ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MTS 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഇഡിയംസിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് 100-ൽ പരം ഇഡിയംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഇത് ഇപ്രാവശ്യത്തെ SSC MTS 2023 എക്സാം എഴുതാൻ പോകുന്ന ആസ്പിറൻസ് എന്തായാലും ഇത് നോക്കിയിട്ടേ പോകാവൂ. കാരണം കുറച്ച് റെയർ ആയിട്ടുള്ള ഇഡിയംസും കൂടി 2022 MTS ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഡിയംസിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് ഇഡിയംസിലേക്ക് പോയാലോ. എന്താണ് ആദ്യത്തെ സെറ്റ് വരുന്നത്? ടു ബട്ടൺ വൺസ് ലിപ്സ് അല്ലേ? ആ ഇഡിയത്തിൽ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാകും. ടു ബട്ടൺ വൺസ് ലിപ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ് ക്ലോസ് ആയി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു കീപ് സൈലൻസ് അല്ലേ, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് എന്താ പറയുന്നത്? അഗെയിൻസ്റ്റ് ദ ക്ലോക്ക്, റൺ അഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മളെന്താ അതിന് അർത്ഥം വരുന്നത്? റഷ്ഡ് ആൻഡ് ഷോർട്ട് ഓൺ ടൈം, സമയം തീരെയില്ല. നമ്മൾ ക്ലോക്കിന് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമയം തീരെയില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് അഗെയിൻസ്റ്റ് ദ ക്ലോക്ക് വരുന്നത്. അടുത്തത് എന്താ വരുന്നത്? മൂന്നാമത്തത് ടു വർക്ക് അഗെയിൻസ്റ്റ് ദ ക്ലോക്ക്, സെയിം തിങ് കേട്ടോ. ടു വർക്ക് അഗെയിൻസ്റ്റ് ദ ക്ലോക്ക് അല്ലെങ്കിൽ വെറുതെ അഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ് വരുന്നത്. ടു വർക്ക് ഫാസ്റ്റ്, പെട്ടെന്ന് ജോലി ചെയ്ത് തീർത്തു പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? എ ബ്ലാസ്റ്റ് ഫ്രം ദി പാസ്റ്റ് ഇല്ലേ, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ബ്ലാസ്റ്റ് ഫ്രം ദ പാസ്റ്റ്, നൊസ്റ്റാൾജിക് ആവുക അല്ലേ, സംതിങ് പവർഫുള്ളി നൊസ്റ്റാൾജിക്. ചില പാട്ട് കേൾക്കുമ്പം അല്ലെങ്കിൽ ചില ഭക്ഷണം കഴിക്കുമ്പം ചില സുഗന്ധങ്ങൾ എല്ലാം എന്താണ് നമ്മളെ പവർഫുള്ളി നൊസ്റ്റാൾജിക് ആക്കാറുണ്ട്. സോ ദാറ്റ് ഇസ് എ ബ്ലാസ്റ്റ് ഫ്രം ദി പാസ്റ്റ്. അടുത്തത് എന്താ വരുന്നത്? അടുത്തതൊരു സെൻറ്റൻസിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എക്സാമിന് തന്നെ. അതേ സെൻറ്റൻസ് അതുപോലെ എടുത്തു വെച്ചിരിക്കുവാണ്. ഐ തിങ്ക് ഐ മൈറ്റ് ടേക്ക് ഫ്രഞ്ച് ലീവ് ദിസ് ആഫ്റ്റർനൂൺ ആൻഡ് ഗോ ടു ദ സിനിമ. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതുപോലെ ഫ്രഞ്ച് ലീവ് ബ്രാക്കറ്റ്സിൽ ഇട്ടതിന് ശേഷം ഒരു നാല് മീനിങ്സ് അവർ തന്നു. ഇതിലേറ്റവും ബെസ്റ്റ് മീനിങ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് MTS. അപ്പോൾ ഞാനതിന് മീനിങ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ. സോ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ലീവ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതെന്താണ്? അത് ഫ്രഞ്ച് ലീവാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, വെറ്റ് ബിഹൈൻഡ് ദി ഇയേഴ്സ്. വെറ്റ് ബിഹൈൻഡ് ദി ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ. യു ആർ യങ് ആൻഡ് വിത്തൗട്ട് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് ഇല്ല, യങ് ആണ്, ചെറുപ്പമാണ്. അപ്പോൾ അതാണ് വെറ്റ് ബിഹൈൻഡ് ദ ഇയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വാക്ക് ഓൺ എയർ. എപ്പോഴാണ് നമ്മൾ വാക്ക് ഓൺ എയർ വരുന്നത്? വെൻ യു ആർ വെരി ഹാപ്പി അല്ലേ, നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. യു ഫീൽ വെരി ഇലേറ്റഡ്, യു ആർ എക്സ്ട്രീംലി ഹാപ്പി. അല്ലെങ്കിൽ മറ്റൊരു വേർഡ് നമുക്ക് പറയാൻ പറ്റുന്നത് യു ഫീൽ ഇലേറ്റഡ്, ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് വാക്ക് ഓൺ എയർ എന്നാണ്. മൂന്നാമത്തത് എന്താണ്? ബോൺ വിത്ത് സിൽവർ സ്പൂൺ അല്ലേ, വെള്ളിക്കരണ്ടിയുമായി ജനിച്ചത് നമ്മൾ പറയാറുണ്ട്. സോ ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിനെ വെരി റിച്ച് ഫാമിലിയാണ്. നമുക്ക് വെള്ളിക്കരണ്ടി ആണെങ്കിൽ അവിടെ എന്താ വരുന്നത്? സിൽവർ സ്പൂണാണ് വരുന്നത്. നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കോ. ഇത് ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എടുത്തിരിക്കുകയാണ്. കാരണം ഇതിനകത്തുള്ള ഓപ്ഷൻസും ഇഡിയമാണ്. നമുക്ക് നോക്കിയാലോ. ഹിസ് മദർ ആൻഡ് ഐ ഷെയർ ദ സെയിം ഒപ്പീനിയൻ അബൌട്ട് ഹിസ് ഡിസിഷൻ ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് കോളേജ്. ഹിസ് മദർ ആൻഡ് ഐ യൂസ് ചെയ്ത് നോക്കിയുടെ വേർബ് ഈ പറയുന്ന പ്രോനൗൺസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തത്. ഐ രണ്ടാമതാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇഡിയത്തിലേക്ക് പോകാം. ഷെയർ ദ സെയിം ഒപ്പീനിയൻ. അപ്പോൾ ഷെയർ ദ സെയിം ഒപ്പീനിയൻ വരുന്ന ഇഡിയം ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താ വരുന്നത്? See eye to eye, feel blue, leave no stone unturned and paint the town red. ഏതാ ആൻസർ വരുന്നത്? ഷെയർ ദ സെയിം ഒപ്പീനിയൻ. കിട്ടിയോ? See eye to eye, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ വെൻ യു സേ see eye to eye എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എഗ്രിമെൻറ്റ്, നമ്മൾ എഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സോ see eye to eye എന്ന് പറഞ്ഞാൽ ഇൻ എഗ്രിമെൻ്റ് ആണ്, കൺസെൻസസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ അഭിപ്രായക്കാരാണ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അതേപോലെ തന്നെ ഈ ഇഡിയംസും നമ്മൾ പഠിച്ചു വെക്കുക. ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിപ്രസ്ഡ്, സാഡ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണ് ഫീൽ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റോണും നമ്മൾ ടേൺ ചെയ്ത് നോക്കുക. എന്താണ് ടേൺ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പോസിബിൾ വേയ്സും നമ്മൾ നോക്കുക. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്, പരമാവധി പോസിബിലിറ്റി നമ്മൾ കാണുക എന്നുള്ളതാണ് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ടു ട്രൈ എവറി പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ. ടു ട്രൈ എവറി പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ല, അതായത് എല്ലാ പോസിബിലിറ്റി നമ്മൾ നോക്കുക എന്നുള്ളതാണ്. Now what do you mean by paint the town red?
പെയിൻറ്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഇഡിയം പറയുന്നത് പെയിൻറ്റ് ദ ടൗൺ റെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെലിബ്രേറ്റ് ചെയ്യുക, ഡ്രിങ്ക് ചെയ്തിട്ടും ലാഫ് ചെയ്തിട്ടും ഡാൻസ് ചെയ്തിട്ടും ആഘോഷിക്കുന്നതിനെയാണ് നമ്മൾ പെയിൻറ്റ് ദ ടൗൺ റെഡ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇഡിയംസിലേക്ക് പോകാം. ഈ സെറ്റിൽ നമുക്ക് ആദ്യത്തെ നോക്കിയാലോ, റോളിംഗ് ഇൻ ക്യാഷ്. റോളിംഗ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണത്തിലങ്ങ് ഉരുളുവാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹാവ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മണി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അറ്റ് ഓൾ കോസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? അറ്റ് ഓൾ കോസ്റ്റ്, ഏത് വിധേനയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് എവർ ഇസ് നീഡഡ് ടു അച്ചീവ് സംതിങ്, ഒരു സാധനം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെ പൂർണ്ണമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അറ്റ് ഓൾ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് എന്താണ്? ടു മൈൻഡ് വൺസ് പീസ് ആൻഡ് ക്യൂസ്. ടു മൈൻഡ് വൺസ് പീസ് ആൻഡ് ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് യുവർ മാനേഴ്സ്, മൈൻഡ് യുവർ ലാംഗ്വേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ടു ബി പൊളൈറ്റ് ആൻഡ് കെയർഫുൾ ഇൻ വൺസ് ബിഹേവിയർ ആൻഡ് സ്പീച്ച്, അല്ലേ? നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ സ്പീച്ചിലും നമ്മൾ കെയർഫുൾ ആവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സംബഡി ടെൽസ് യു, ഇപ്പം നിങ്ങളോട് ആരെങ്കിലും പറയും മൈൻഡ് യുവർ പീസ് ആൻഡ് ക്യൂസ് എന്ന് പറഞ്ഞാൽ പീയും ക്യൂ മൈൻഡ് ചെയ്യുക എന്നുള്ളതല്ല, ബിഹേവിയർ മൈൻഡ് ചെയ്യുക, സംസാരിക്കുന്നത് മൈൻഡ് ചെയ്യുക, ഉപയോഗിക്കുന്ന ഭാഷ മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പൊളൈറ്റ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അടുത്ത നോക്കിയാലോ, ഹാർഡ് ഓർ ടഫ് നട്ട് ടു ക്രാക്ക്. അതിനകത്ത് തന്നെ കാര്യമുണ്ട്. ടഫ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു പ്രശ്നമാകാം. അതായത് ഡിഫിക്കൽട്ട് പേഴ്സൺ, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അയാളെ നമുക്ക് മെരിക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നം പറഞ്ഞു തീർക്കാനോ നമുക്ക് ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് പേഴ്സൺ. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ആളെ. അത് പേഴ്സൺ ആവണം തന്നെ ഇല്ല, അതൊരു പ്രോബ്ലം ആയാലും മതി. അതൊരു സിറ്റുവേഷൻ ആകാം. നമ്മുടെ ലൈഫിൽ തന്നെ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാകും വേർ യു ക്യാൻ മാനേജ്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. സോ ദാറ്റ് ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. അടുത്തത് എന്താ വരുന്നത്? ടു ബെയർ ദ ബ്രണ്ട് ഓഫ്. ടു ബെയർ ദ ബ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സാധനം, ഫോർ എക്സാമ്പിൾ ഒരു റോങ് ഇക്കണോമിക് പോളിസി ഗവൺമെൻറ് കൊണ്ടുവരുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള റോങ് ഇക്കണോമിക് പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് കോമൺ മാൻ ആണ്, സാധാരണക്കാരനാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ദ കോമൺ മാൻ ഹാസ് ടു ബെയർ ദ ബ്രണ്ട് ഓഫ് ദ റോങ് പോളിസീസ് ഓഫ് ദി റോങ് ഇക്കണോമിക് പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ് കൊണ്ടുവന്ന റോങ് ഇക്കണോമിക് പോളിസീൻ്റെ മുഴുവൻ ഇമ്പാക്റ്റും എൻഡ്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, ബെയർ ചെയ്യുക. സോ അതിൻ്റെ ഇമ്പാക്റ്റ് മുഴുവൻ ടോളറേറ്റ് ചെയ്യേണ്ടത് ഒരു കോമൺ മാൻ ആണ്. സോ ടു എൻഡ്യൂർ, ടു ടോളറേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് സംതിങ്, അതാണ് ടു ബെയർ ദി ബ്രണ്ട് ഓഫ്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അതായത് ഒരു പോളിസി വന്നു കഴിഞ്ഞാൽ കോമൺ മാൻ ഹാസ് ടു ബെയർ ദ ബ്രണ്ട് ഓഫ്. അതിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അതിൻ്റെ മുഴുവൻ ഇമ്പാക്റ്റും വരുന്നത് കോമൺ മാൻ ആണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ഇഡിയം യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. ഇതിലെ ആദ്യത്തെ സെറ്റ് നമുക്ക് നോക്കിയാലോ, ആദ്യത്തെ ഇഡിയം നമുക്ക് നോക്കിയാലോ, ടു ഫ്ലൈ ഇൻ ടു എ റേജ്. ടു ഫ്ലൈ ഇൻ ടു എ റേജ് എന്ന് പറഞ്ഞാൽ, റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ആങ്കർ ആണ്, ദേഷ്യമാണ്. സോ ടു ഫ്ലൈ ഇൻ ടു എ റേജ് എന്ന് പറയുമ്പോൾ ടു ഗെറ്റ് വെരി ആംഗ്രി, നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ഓക്കെ, അതൊരു കോമൺ ഇഡിയമാണ്. അടുത്തത്, ഓൾദോ ഷഗുൻ വാസ് കോമ്പീറ്റൻ്റ്ലി ഡൂയിങ് ദി പ്രോജക്റ്റ് ഓൺ ഹെർ ഓൺ, പ്രണവ് couldn't stop himself from giving her unnecessary advice. സോ അൺനെസസറി അഡ്വൈസ് സൂചിപ്പിക്കുന്ന ഇഡിയം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് മനസ്സിലാക്കുക. ഷഗുൻ കോമ്പീറ്റൻ്റ്ലി, അതായത് ഷഗുൻ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ചെയ്യുന്നൊരു ജോലി, പ്രണവ് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്ത് പറയുന്നു? അൺനെസസറി അഡ്വൈസ് കൊടുക്കുന്നു. അങ്ങനെ അൺനെസസറി അഡ്വൈസ് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ഇഡിയമാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കിയാലോ. ബീയിങ് എ ബാക്ക് സീറ്റ് ഡ്രൈവർ, ഡെവിൾസ് അഡ്വക്കേറ്റ്, ദെൻ എ ബിറ്റർ പിൽ ടു സ്വോളോ, കട്ടിംഗ് ദ മസ്റ്റർഡ്. കിട്ടിയോ ഏത് ആൻസർ വരുന്നതെന്നുള്ളത്? അൺനെസസറി അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നത് എന്താണ്? ബാക്ക് സീറ്റ് ഡ്രൈവർ. ആ പേര് തന്നെ ഉണ്ട് ഇല്ലേ? ബാക്ക് സീറ്റിലിരിക്കും, പാസഞ്ചർ തന്നെ ബാക്ക് സീറ്റിലിരിക്കും. എന്നിട്ട് ഡ്രൈവർക്ക് കുറേ അൺനെസസറി ആയിട്ടുള്ള ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കും. ഇത് അങ്ങനെ വേണം ഓടിക്കാൻ, ഇതിങ്ങനെ വേണം ഓടിക്കാൻ. അത് കാറിലിരിക്കുമ്പോൾ മാത്രമല്ല, സാധാരണ നമ്മുടെ ലൈഫിലും ഇതുപോലെ അൺനെസസറി ആയിട്ട് അഡ്വൈസ് തരുന്ന ഒരാളെ നമ്മൾ പറയുന്നത് എന്താണ്? ആ ബാക്ക് സീറ്റ് ഡ്രൈവർ എന്നാണ് പറയുന്നത്. ഇവിടെ പ്രണവ് ചെയ്തത് അതാണ്, ഒരു ബാക്ക് സീറ്റ് ഡ്രൈവറായിട്ട് ആക്ട് ചെയ്തു. നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കണം, കാരണം ഇതെല്ലാം തന്നെ ഇഡിയമാണ്. അതിൽ ഡെവിൾസ് അഡ്വക്കേറ്റ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കോമൺ ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ ഒരു സംഗതിയെക്കുറിച്ചാണ് വിശ്വസിക്കുന്നത്, ഒരു കാര്യമാണ് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് ഉള്ള രീതിയിൽ, വേറൊരു കാര്യം സപ്പോർട്ട് ചെയ്യുക, അതിന് ഓപ്പോസിറ്റ്, അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അയാൾ അഗെയിൻസ്റ്റ് ആണെന്ന് അയാൾ പ്രിറ്റൻഡ് ചെയ്യുവാണ്, അയാൾ ആക്ട് ചെയ്യുവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ അഗെയിൻസ്റ്റ് ആണെന്ന് പുള്ളിക്കാരൻ അങ്ങ് പ്രിറ്റൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഹി ഈസ്
or she is the devil's advocate. അങ്ങനെ എന്തിനാണ് പ്രിറ്റൻഡ് ചെയ്യുന്നത്? സോ ദാറ്റ് പീപ്പിൾ ഡിസ്കസ്. അങ്ങനെ വരുമ്പം ആ ഒരു നമ്മൾ കോമൺ മാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, അതിലെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ആൾക്കാരൊന്ന് കൺസിഡർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ്. സോ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും വിശ്വസിക്കുന്നതായി പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? എ ബിറ്റർ പിൽ ടു സ്വോളോ. എന്താണ് ബിറ്റർ പിൽ? ബിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ കയ്പാണ്. പിൽ എന്ന് പറയുന്നത് ടാബ്ലറ്റ് ആണ്, ഗുളികയാണ്. സോളോ എന്ന് പറയുന്നത് ഇറക്കുക. സോ നമ്മൾ ഈ ഗുളിക എത്ര ബിറ്റർ ആയാലും നമുക്ക് കഴിച്ചേ പറ്റൂ. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബിറ്റർ പിൽ ടു സ്വോളോ എന്ന് പറയുന്നത്. സംതിങ് അൺപ്ലസൻറ്റ് ബട്ട് വി മസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. Something unpleasant, but we must accept it. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ബിറ്റർ പിൽ ടു സ്വോളോ എന്ന് പറയുന്നത്. സോ ഇത് ആർഗ്യുമെൻറ്റിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ, ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റിൽ അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന ഒരാളെയാണ് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. നൗ കട്ട് ദ മസ്റ്റേർഡ് ഓർ കട്ടിംഗ് ദ മസ്റ്റേർഡ് എന്ന് പറയുന്നത് റീച്ച് അപ് ടു സം റിക്വയർഡ് സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ കം അപ്പ് ടു ദാറ്റ് എക്സ്പെക്റ്റേഷൻ, ആ എക്സ്പെക്റ്റേഷനിലേക്ക് ചെന്ന് ഉയർന്നെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ വന്നെത്തുക എന്നുള്ളതാണ് കട്ട് ദ മസ്റ്റേർഡ് എന്ന് പറയുന്നത്. സോ കം അപ്പ് ടു എക്സ്പെക്റ്റേഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്കോ ഒരു എക്സ്പെക്റ്റേഷനിലോ എത്തിച്ചേരുക. കം അപ്പ് ടു എക്സ്പെക്റ്റേഷൻ ആണ് കട്ട് ദ മസ്റ്റേർഡ്. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. എന്താണ് വരുന്നത്? ഫസ്റ്റ് വൺ ഗട്ട് ഫീലിംഗ്. ഗട്ട് ഫീലിംഗ് നമുക്കറിയാലോ അല്ലേ? നമുക്കറിയാം ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. എ പേഴ്സണൽ ഇൻറ്റ്യൂഷൻ യു ഗെറ്റ് എസ്പെഷ്യലി വെൻ യു ഫീൽ സംതിങ് മേ നോട്ട് ബി റൈറ്റ്. ഇത് എപ്പോഴും വരുന്നത് അങ്ങനെയാണ്. ഇൻറ്റ്യൂഷൻ എപ്പോഴാണ് വരുന്നത്? നമുക്ക് എന്തോ ഒരു ശരിയില്ല അല്ലേ, ആ വഴിയിലൂടെ പോകുമ്പോൾ അയാളോട് സംസാരിക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ളൊരു ഗട്ട് ഫീലിംഗ്, അതിനെയാണ് ഇൻറ്റ്യൂഷനാണ് ആ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെക്കുക. ഗട്ട് ഫീലിംഗ് എന്നുള്ളത് GUT. ഓക്കെ, നെക്സ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ്. നമുക്കറിയാം ഹോളിഡേയ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓൺ അക്കൗണ്ട് ഓഫ് ഓണം എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ഇൻ ദ ഗ്രൂവ്. ഇൻ ദ ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിങ് ടു പെർഫോം വെൽ, സ്റ്റാർട്ടിങ് ടു പെർഫോം വെരി വെൽ. അതായത് ഒരു തുടക്കം, ആദ്യം തുടങ്ങുമ്പം പ്രത്യേകിച്ച് ബാൻഡോ മ്യൂസിക് പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ഒരു പതുക്കെയാണ് തുടങ്ങുന്നത്, പിന്നെയാണ് ഇറ്റ് കംസ് ഇൻ ടു ദ ഗ്രൂവ്. ആ ഇൻ ടു ദ ഗ്രൂവ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇൻ ദ ഗ്രൂവ് എന്ന് പറയുന്നത്. അടുത്തത് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട്. വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് അല്ല, എക്സാം എങ്ങനെയാണ് കൊടുത്തത്, ശരിക്കും ഇതിങ്ങനെയാണ് വരുന്നത്. ടേക്ക് സംതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നാണ്. വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇഡിയം അങ്ങനെയാണ് വരുന്നത്. ടേക്ക് സംതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, അല്ലെങ്കിൽ ടേക്ക് സംതിങ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. സോ പിഞ്ച് ഓഫ് സോൾട്ട്, ഗ്രെയിൻ ഓഫ് സോൾട്ട് യൂഷ്വലി US യൂസേജ് ആണ്. സോ ടേക്ക് സംതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ഓർ ടേക്ക് സംതിങ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അയാളെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട, ചെറിയ നമ്മളൊന്ന് ഒരു ഡൗട്ട് നമ്മൾ വെച്ചേക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡൗട്ട് ദ ട്രൂത്ത് ഓർ വാല്യൂ ഓഫ് സംതിങ്. ഇല്ലേ, ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് എക്സാജറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പറയാം മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കേണ്ട, യു ടേക്ക് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇല്ലേ, അയാൾ പറയുന്ന കാര്യങ്ങൾ അതിൽ കുറച്ച് സത്യം, കുറച്ച് പുള്ളിക്കാരൻ്റെ ഒരു എക്സാജറേഷനും കൂടി അതിനകത്ത് ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യത്തിലാണ് നമ്മൾ എന്താ പറയുന്നത്, ടേക്ക് സംതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അടുത്തത് എന്താണ്? ടു സ്ട്രെച്ച് വൺസ് ലെഗ്സ്. ഈ സ്ട്രെച്ച് വൺസ് ലെഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാല് നീട്ടണം എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. കുറേ നേരമായിട്ട് ഒരാൾ ഇരുന്നുകൊണ്ടിരിക്കുവാണ് അല്ലേ, കുറേ നേരമായിട്ട് ഇരുന്ന് പഠിക്കുവാണ്. അപ്പോൾ സംബഡി സേസിനോ ഐ വോണ്ട് ടു സ്ട്രെച്ച് മൈ ലെഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതല്ല, പകരം എന്താ വരുന്നത്? ടു ഗോ ഫോർ എ വാക്ക്. അല്ലേ, ഒന്ന് നടക്കാൻ ഇറങ്ങുക. ആഫ്റ്റർ യു ഹാവ് ബീൻ സിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. കുറേ നേരമായിട്ട് നമ്മൾ ഇരുന്നത് കൊണ്ട് നമുക്കൊന്ന് നടക്കാൻ പോകണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ടു സ്ട്രെച്ച് വൺസ് ലെഗ്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇഡിയംസ് നോക്കിയാലോ. ഡ്രാസ്റ്റിക് ടൈംസ് കോൾ ഫോർ ഡ്രാസ്റ്റിക് മെഷേഴ്സ്. ഇല്ലേ, ഡ്രാസ്റ്റിക് ടൈംസ് അല്ലേ, ഡ്രാസ്റ്റിക് പ്രോബ്ലം ഉള്ളൊരു സിറ്റുവേഷൻ, ഡ്രാസ്റ്റിക് ഹൊറിഫിക് ആണ്. കോൾ ഫോർ ഡ്രാസ്റ്റിക് മെഷേഴ്സ്. ഇതുപോലെ തന്നെ പറയുന്ന മറ്റൊരു ഇഡിയം ഉണ്ട്, ഡെസ്പറേറ്റ് ടൈംസ് കോൾ ഫോർ ഡെസ്പറേറ്റ് മെഷേഴ്സ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഡെസ്പറേറ്റ്
ഇല്ലേ? ഡെസ്പെറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്. ഹോപ്പ്ലെസ്, നമുക്ക് ഒരു രീതിയിലും ഒരു ഹോപ്പ് തരാത്ത ഒരു സിറ്റുവേഷൻ. അതാണ് ഇങ്ങനെ പറയാം, ഡ്രാസ്റ്റിക് ടൈംസ് അല്ലെങ്കിൽ ഡെസ്പെറേറ്റ് ടൈംസ് കോൾ ഫോർ ഡെസ്പെറേറ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെൻ യു ആർ എക്സ്ട്രീംലി ഡെസ്പെറേറ്റ് യു നീഡ് ടു ടേക്ക് എക്സ്ട്രീംലി ഡെസ്പെറേറ്റ് ആക്ഷൻസ്. അതായത് ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, നമുക്ക് ഒരു രീതിയിലും ഒരു ഹോപ്പ് കാണാൻ പറ്റുന്നില്ല, അത്രയും ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതോ നമ്മൾ ഇതുവരെ കേൾക്കാത്തതോ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഡെസ്പെറേറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത്. സോ കോവിഡ് ടൈമിൽ ഇല്ലേ, നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പാൻഡമിക് വരും. സോ ഡെസ്പെറേറ്റ് ടൈംസിൽ നമ്മൾ ഡെസ്പെറേറ്റ് സൊല്യൂഷൻസും ഡെസ്പെറേറ്റ് മെഷേഴ്സുമാണ് കൊണ്ടുവന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെസ്പെറേറ്റ് ആകാം അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് എന്നുള്ള രീതിയിലും ഇഡിയം ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ നോക്കിയാലോ, ടു ഹാവ് എ ഫൂട്ട് ഇൻ ദ ഗ്രേവ്. ടു ഹാവ് എ ഫൂട്ട് എന്ന് വരാറുണ്ട്, അതേപോലെ തന്നെ ടു ഹാവ് വൺ ഫൂട്ട് ഇൻ ദ ഗ്രേവ്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഡെഡ് ബോഡീസ് വെക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഗ്രേവ് എന്ന് പറയുന്നത്, ശവപ്പറമ്പാണ്. സോ ഹാവ് വൺ ഫൂട്ട് ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് നിയർ ടു ഡെത്ത്, മരിക്കാറായ ഒരു വ്യക്തി. അതിന് പക്ഷേ ഓൾഡ് ഏജ് ആവാം, ഓൾഡ് ഏജ് കാരണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറാ രോഗം കൊണ്ടാകാം, ഇൽനെസ് കൊണ്ടാകാം. സോ അത് നമ്മൾ പറയുന്നത് ടു ഹാവ് വൺ ഫൂട്ട് ഇൻ ദ ഗ്രേവ് എന്നാണ്. അടുത്തത് എന്താണ്? ടു സിങ് എ ഡിഫറെൻറ്റ് ട്യൂൺ. നമ്മൾ എപ്പോഴാണ് ഡിഫറെൻറ്റ് ട്യൂൺ സിങ് ചെയ്യുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരുമ്പം നമ്മൾ പറയുന്നത് ഓക്കെ യു സിംഗിങ് എ ഡിഫറെൻറ്റ് ട്യൂൺ. സോ ടു ചേഞ്ച് ദ വേ വൺ ടോക്സ് അബൌട്ട് സംതിങ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ വേറൊരു രീതിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അയാൾ വേറൊരു ട്യൂണാണ് സിങ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറി. ആ പറയുന്ന നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമേ അല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ടു സിങ് എ ഡിഫറെൻറ്റ് ട്യൂൺ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ്. ഇതെന്താണ് ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ് എന്ന് പറയുന്നത്? സ്റ്റക്ക് ബിറ്റ്വീൻ ടു വെരി ബാഡ് ഓപ്ഷൻസ്. ഇല്ലേ, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എന്താണ്, കടലിൻ്റെയും ചെകുത്താൻ്റെ ഇടയിലാണെന്ന് പറയുന്ന പോലെയാണ് ആ ബാഡ് ഓപ്ഷൻസ്. നമുക്ക് ചൂസ് ചെയ്യാനേ പറ്റില്ല. ആ ബാഡ് ഓപ്ഷൻസിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോയ ഒരു അവസ്ഥയാണ് ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ്. ഇതിങ്ങനെ നമ്മൾ പറയാറുണ്ട്, ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ്പ് ബ്ലൂ സീ. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദി ഡീപ്പ് ബ്ലൂ സീ. ചെകുത്താൻ്റെയും കടലിൻ്റെ നടുവിൽ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഇതാ പറയുന്നത്, ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ്പ് ബ്ലൂ സീ. ഓർ അതേപോലെ തന്നെ പറയാൻ നമുക്ക് ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ് എന്നും പറയാം. അടുത്തത് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ഇങ്ങനെ പറയാറുണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നും പറയും. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഴുതി കാണാറുണ്ട് മാസ്റ്റർ ഓഫ് നൺ എന്നും പറയാറുണ്ട്. ഒന്നിക്ക് ഇങ്ങനെ മാത്രം വരാം ഇഡിയം, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വരാം, അല്ലെങ്കിൽ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറഞ്ഞിട്ടും വരാം. എന്താണ് അർത്ഥം? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും, എന്നാൽ എന്തിലും എക്സ്പേർട്ട് ആണോ? അല്ല. എല്ലാ കാര്യങ്ങളും ഒരുവിധ ധാരണയുണ്ട്, എല്ലാ കാര്യങ്ങളെ കുറിച്ചൊരു ധാരണയുണ്ട്, എല്ലാം ചെയ്യാനും പറ്റും, പക്ഷെ ഒന്നിലും എക്സ്പേർട്ട് അല്ല. അത് തന്നെയാണ് പറയുന്നത് മാസ്റ്റർ ഓഫ് നൺ, നോട്ട് എ മാസ്റ്റർ ഓഫ്, ഒന്നിൻ്റെ മാസ്റ്റർ അല്ല. ഏബിൾ ടു ഡു മെനി തിങ്സ് ബട്ട് നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ എനി. അതാണ് ഈ ഒരു ഇഡിയം. നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്ലൈഡിൽ ആദ്യത്തെ സെറ്റ് നോക്കാം. എന്താ വരുന്നത്? ദ ലയൺസ് ഷെയർ. ദ ലയൺസ് ഷെയർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പോർഷൻ, ദ ലാർജസ്റ്റ് പോർഷനാണ് ദ ലയൺസ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? ഡെഡ് മെൻസ് ഷൂസ്. ഡെഡ് മെൻസ് ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജോബ് ദാറ്റ് വൺ ടേക്സ് ഓവർ ഫ്രം സംബഡി ഹു ഹാസ് ലെഫ്റ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ഓർ ഡൈസ്. അതായത് നമ്മൾ മറ്റൊരാളുടെ ജോലിയാണ് ഏറ്റെടുക്കുന്നത്, പക്ഷെ അയാൾ ഒന്നിക്ക് റിട്ടയർ ആയതായിരിക്കാം, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി റിട്ടയർ ആയതായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഓഫീസിലിരിക്കെ മരിച്ചതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ അങ്ങനെ ഒരു ജോബിനെ നമ്മൾ പറയുന്നത് ഡെഡ് മെൻസ് ഷൂസ് എന്നാണ് പറയുന്നത്. ജോബ് ഡെഡ് മെൻസ് ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ, റിട്ടയർ ആയതാകാം അല്ലെങ്കിൽ ഡൈഡ് ആയ ഒരു വ്യക്തിയിൽ നിന്നും ജോലി എടുക്കുന്നതാണ്. നെക്സ്റ്റ് ടു സ്ക്രാച്ച് വൺസ് ഹെഡ്. അത് പേര് തന്നെ ഉണ്ടല്ലേ, വെൻ യു സ്ക്രാച്ച് യുവർ ഹെഡ് യു തിങ്ക്. നമ്മൾ നന്നായിട്ടൊന്ന് ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ടു തിങ്ക് ഹാർഡ് ഇൻ എ പസിൽഡ് വേ. നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് അന്തം വിട്ടിരിക്കും, ഒരു ഉത്തരവും കിട്ടുന്നില്ല. സോ ദാറ്റ് ഈസ് യു സ്ക്രാച്ച് യുവർ എക്സ്. ഇങ്ങനെ പലപ്പോഴും ചോദിക്കുമ്പോൾ സ്ക്രാച്ച് ചെയ്യാറുണ്ട്. സോ സെയിം തിങ്, പസിൽഡ് വേ, തിങ്ക് ഹാർഡ്. നെക്സ്റ്റ് ടു നോ ദ റോപ്സ്. ടു നോ ദ റോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീറ്റെയിൽസ്. സോ നോ ദ റോപ്സ്, യു അണ്ടർസ്റ്റാൻഡ് ദ ഡീറ്റെയിൽസ്, ഇൻ ആൻഡ് ഔട്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്ത നോക്കിയാലോ, ഷുവർ fixing a flubbed decision isn't always a piece of cake, but it is rarely impossible.
ഓക്കെ, അപ്പം നമ്മൾ എന്താ നോക്കേണ്ടത്? എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? പീസ് ഓഫ് കേക്ക് ഒരു കോമൺ ഇഡിയമാണ്, നമുക്കറിയാം. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടാസ്ക് ദാറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് വെരി ഈസിലി. പെട്ടെന്ന് നമുക്ക് പിന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ നമ്മൾ പറയുന്നത് സോ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനകത്തൊരു വേർഡ് കണ്ടോ? ഫ്ലബ്ഡ് ഡിസിഷൻ. ഫ്ലബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലണ്ടർ ആണ്, ബിഗ് മിസ്റ്റേക്ക് ആണ് ഫ്ലബ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ ബിഗ് മിസ്റ്റേക്ക്, ഒരു മെസ്സാണ്, എ ബിഗ് മിസ്റ്റേക്ക്, ഒരു മെസ്സി സിറ്റുവേഷൻ ഓർ മെസ്സി ഡിസിഷൻ, കൺഫ്യൂസ്ഡ് ഡിസിഷൻ, അതാണ് ഫ്ലബ്ഡ്. സോ പീസ് ഓഫ് കേക്ക് ഇസ് എ ടാസ്ക് ദാറ്റ് ക്യാൻ ബി ഈസിലി അക്കംപ്ലിഷ്ഡ്, അതാണ് എ പീസ് ഓഫ് കേക്ക്. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. എന്താ വരുന്നത്? ടു കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ. ഇല്ല, ഇത് നമുക്കറിയാം. ടു കിൽ 2 ബേർഡ്സ് വിത്ത് 1 സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി. ഇല്ലേ, ടു അച്ചീവ് 2 തിങ്സ് വിത്ത് എ സിംഗിൾ എഫേർട്ട്. ഒരു സിംഗിൾ എഫേർട്ടിൽ 2 കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ടു കിൽ 2 ബേർഡ്സ് വിത്ത് 1 സ്റ്റോൺ. അത് മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ, ഒരു വെടിക്ക് 2 പക്ഷി. ദെൻ ഇറ്റ് ടേക്സ് 2 ടു ടാങ്കോ. നമ്മൾ പറയാറുണ്ട് 2 കൈയും കൂട്ടിയടിച്ചെങ്കിൽ മാത്രമേ ശബ്ദം ഉണ്ടാവാറുള്ളൂ എന്നുള്ളത്. അത് ഇംഗ്ലീഷ് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ടേക്സ് 2 ടു ടാങ്കോ. ഫോർ ആൻ ആർഗ്യുമെന്റ് ബോത്ത് പാർട്ടീസ് ആർ ഈക്വലി റെസ്പോൺസിബിൾ. അതായത് ഒരു വ്യക്തി മാത്രമല്ല ഒരു ആർഗ്യുമെന്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, 2 വ്യക്തിയും അല്ലെങ്കിൽ 2 ആൾക്കാരും അല്ലെങ്കിൽ 2 കൂട്ടരും ഈക്വലി റെസ്പോൺസിബിൾ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? ദ ലാസ്റ്റ് ഒബ്സർവേഷൻ ഓഫ് യുവേഴ്സ് ഹാസ് ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഹാമർ ചെയ്യും, അത് കറക്റ്റായിട്ട് ഹെഡിൽ തന്നെ കൊള്ളണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ടു ഫൈൻഡ് എക്സാക്ട്ലി ദി റൈറ്റ് ആൻസർ. അല്ലേ, നിങ്ങളുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിരുന്നു, നിങ്ങൾ കറക്റ്റായിട്ടാണ് ഉത്തരം കണ്ടെത്തിയത്. യു ഹാവ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹെഡ് തന്നെയാണ്, നെയിൽ അങ്ങോട്ടേക്ക് അകത്തോട്ട് കയറിപ്പോവുകയും ചെയ്തു, ഫിക്സ്ഡ് ആയി. അപ്പം ടു ഫൈൻഡ് എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. ഫാർ ആൻഡ് വൈഡ്. അല്ലേ, യു സെർച്ച്ഡ് ഫാർ ആൻഡ് വൈഡ് ഓർ ഐ സെർച്ച്ഡ് ഫാർ ആൻഡ് വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാർ ആൻഡ് വൈഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടവും, പ്രസൻറ്റ് എവ്രിവെയർ, എല്ലായിടത്തും പ്രസൻറ്റ് ആയിട്ടുള്ളതാണ് ഫാർ ആൻഡ് വൈഡ് എന്ന് പറയുന്നത്. Now next, with 1 goal remaining, they weren't out of the woods just yet. So out of the woods എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫ്രം ഡിഫിക്കൽട്ടീസ് ആൻഡ് ഡേഞ്ചർ. ഡേഞ്ചർ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസിൽ നിന്നും പുറത്തിറങ്ങിയ ആ ഒരു സിറ്റുവേഷൻ, ഫ്രീ, ആ ഡിഫിക്കൽട്ടീസും ഡേഞ്ചറും ഇല്ലാത്തതാണ് ഔട്ട് ഓഫ് വുഡ്സ്. വുഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഫോറസ്റ്റ് എന്നാണ്. സോ ഫോറസ്റ്റിൽ പതിയിരിക്കുന്ന ഒരുപാട് ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ട്. സോ വെൻ യു ആർ ഔട്ട് ഓഫ് വുഡ്സ്, യു ആർ ഫ്രീ ഫ്രം ഓൾ ഡിഫിക്കൽട്ടീസ്, യു ആർ ഫ്രീ ഫ്രം ഡേഞ്ചർ. സോ ഔട്ട് ഓഫ് വുഡ്സ് ഓർത്ത് വയ്ക്കുക, അതാണ് ആ ഇഡിയം വരുന്നത്, ഫ്രീ ഫ്രം ഡിഫിക്കൽട്ടീസ് ആൻഡ് ഡേഞ്ചർ. നമുക്ക് അടുത്ത ഇഡിയം നോക്കാം. എന്താണ്? ഐ എം സോറി, ഐ സ്നാപ്ഡ് അറ്റ് യു ഏർലിയർ. ഐ തിങ്ക് ഐ എം ജസ്റ്റ് ഇൻ എ ബാഡ് മൂഡ് ടുഡേ. അപ്പം ഐ എം ജസ്റ്റ് ഇൻ എ ബാഡ് മൂഡ് ടുഡേ ആണ് ആ ഒരു മീനിങ് വരുന്ന ഇഡിയമാണ് നമ്മൾ ഈ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത്. സ്നാപ്പ് അറ്റ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോശമായി പെരുമാറുക. ഓക്കെ, ഇംപൊളൈറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് സ്നാപ്പ് അറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻസ് എന്താണ്? 2 wrongs don't make right, clam up, dressed to the nines, get up on the wrong side of the bed. സോ ആൻസർ എന്താ വരുന്നത്? ഗെറ്റ് അപ്പ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ബെഡ്. സോ ദാറ്റ് മീൻസ് നമ്മളിന്ന് നല്ല മൂഡിലല്ല, അല്ലേ, നമ്മളെ മൂഡ് മോശമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഹാവ് ടു സേ വാട്ട്? ഐ ഗോട്ട് അപ്പ് ഓൺ ദി റോങ് സൈഡ് ഓഫ് ദി ബെഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 wrongs don't make right. 2 wrongs don't make right എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പകരത്തിന് പകരമായിട്ട് ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളത്. പകരത്തിന് പകരം എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ അടിച്ചു, നമ്മൾ തിരിച്ചടിക്കുന്നു. സോ 2 wrongs don't make a right എന്നാണ് ശരിക്കും അങ്ങനെയാണ് വരുന്നത്. പക്ഷേ എക്സാമിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ 2 don'ts don't make a right എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, പകരത്തിന് പകരമായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അടുത്തത് ക്ലാം അപ്പ് എന്ന് പറഞ്ഞാൽ ടു ബി സൈലൻറ്റ് അബ്രപ്റ്റ്ലി. നമ്മൾ പെട്ടെന്ന് സൈലൻ്റ് ആവുക എന്നുള്ളതാണ് ക്ലാം അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് മിണ്ടാതിരിക്കുക. അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ടോക്കിംഗ്. പെട്ടെന്ന്, അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ടോക്കിംഗ്, പെട്ടെന്ന് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ക്ലാം അപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കതൊരു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സൈലൻ്റ് ആവുക എന്തുകൊണ്ടാണ്? ആ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കാണോ ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മളെ വല്ലാതെ നെർവസ് ആക്കുവാണ്, നമ്മളെ എംബാരസ് ചെയ്യുവാണ്, ഒരുപക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ക്ലാം അപ്പ് എന്ന് പറയുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് സൈലൻ്റ് ആവുക. ഒരാൾ നമ്മളെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. അതിനെയാണ് നമ്മൾ ക്ലാം അപ്പ് എന്ന് പറയുന്നത്. നൗ വാട്ട് യു മീൻ ബൈ ഡ്രസ്ഡ് ടു ദ നൈൻസ്? ഡ്രസ്ഡ് ടു ദ നൈൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലായിട്ട് ഡ്രസ്സ് ചെയ്യുക. ഒരു ഒക്കേഷന് നമ്മൾ പോവുകയാണ്, അപ്പോൾ നമ്മൾ വളരെ ഫോർമലായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ
ഡ്രസ്ഡ് ടു ദ നൈൻസ് എന്ന് പറയുന്നത് ഫാഷനബിളായിട്ട് ഫോമലായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് ഡ്രസ്ഡ് ടു ദി നൈൻസ്. സോ ഡ്രസ്ഡ് ടു ദ നൈൻസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്ഡ് അപ്പ് ടു ദ നൈൻസ് എന്നും പറയാറുണ്ട്. രണ്ട് രീതിയിലും പറയാം. ഡ്രസ്ഡ് അപ്പ് ടു ദി നൈൻസ്, വെയറിങ് സംതിങ് ഫാഷനബിൾ ഓർ ഫോർമൽ. വെയറിങ് സംതിങ് ഫാഷനബിൾ ഓർ ഫോമൽ ആയിട്ടുള്ള എന്തെങ്കിലും വെയർ ചെയ്യാന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ്, ഗോ ഡൗൺ ലൈക്ക് എ ലെഡ് ബലൂൺ. ഗോ ഡൗൺ ലൈക്ക് എ ലെഡ് ബലൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇഫക്റ്റ് ആ ഒരു സംഭവത്തിന് ഉണ്ടായില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ജോക്ക് പറഞ്ഞു ഒരാൾ, അപ്പം കാണികൾ ഇതൊന്നും സ്വീകരിച്ചില്ല. ടു ബി റിസീവ്ഡ് ബാഡ്ലി ബൈ ദി ഓഡിയൻസ്, ഇല്ലേ? ആ ജോക്ക് അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവരത് ഒരു ജോക്കായിട്ട് അത് കണ്ടില്ല. സോ ദേ റിസീവ്ഡ് ഇറ്റ് ബാഡ്ലി. നമ്മൾ പറയാറുണ്ട് ദ ജോക്ക് ഫെൽ ഫ്ലാറ്റ്. ഫെൽ ഫ്ലാറ്റ് എന്ന് ഏകദേശം ആ മീനിങ് തന്നെ വരുന്നതാണ് ഈ ഗോ ഡൗൺ ലൈക്ക് എ ലെഡ് ബലൂൺ എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇഫക്റ്റ് സംഭവത്തിന് ഉണ്ടായില്ല. അടുത്തത് ഫ്രം റാക്സ് ടു റിച്ചസ് ആണ്. റാക്സ് ടു റിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ പൂവറായിൽ നിന്നും റിച്ച് വെൽത്തിലേക്ക് വരിക എന്നുള്ളത്. ഫ്രം എക്സ്ട്രീം പോവേർട്ടി ടു വെൽത്ത് എന്നുള്ളത്. നമ്മളിത് പലപ്പോഴും പല കഥകളിലൊക്കെ കാണാറുണ്ട്. വളരെ പാവപ്പെട്ട ഒരാൾ റിച്ച് ആയിട്ട് മാറുന്നത്. സോ ഫ്രം റാക്സ് ടു റിച്ചസ് സ്റ്റോറി എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ്, ടു സീ ദ ലൈറ്റ്. ടു സീ ദ ലൈറ്റ് എന്ന് പറയുന്നത് സഡൻലി റിയലൈസ് ഓർ അണ്ടർസ്റ്റാൻഡ് സംതിങ്. നമ്മൾ പെട്ടെന്ന് കുറേ കാലമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും. പെട്ടെന്ന് നമുക്കൊരു റിയലൈസേഷൻ വരുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ടു സീ ദ ലൈറ്റ് എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ റിയലൈസേഷൻ വരുവാണ്, ഓ ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് ടു സീ ദി ലൈറ്റ്. അടുത്തത് എന്താണ്? ഡ്രോ എ ബ്ലാങ്ക്. ഡ്രോ എ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫെയിൽ ടു ഗെറ്റ് എൻ ആൻസർ ഓർ റിസൾട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടോ ഒരു ആൻസറോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ കുറേ നേരം അതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ ഒരു മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഇല്ലേ? സോ കുറേ നേരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിട്ടുന്നൊക്കെ വിചാരിക്കും, ബട്ട് ദെൻ യു ഡ്രോ എ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഫെയിൽ ടു ഗെറ്റ് എൻ ആൻസർ ഓർ യു ഫെയിൽ ടു ഗെറ്റ് എ റിസൾട്ട്. നമുക്ക് അടുത്ത ഒരു സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷൻ എന്താ പറയുന്നത്? ദ ബ്ലാക്ക് ഷീപ്പ്. ദ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെപ്യൂട്ടഡ് അല്ലാത്ത ഒരു പേഴ്സൺ, ദ ലീസ്റ്റ് റെപ്യൂട്ടബിൾ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ആണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. ലീസ്റ്റ് റെപ്യൂട്ടബിൾ ആണ്. അല്ല, അയാളെക്കുറിച്ച് ആ വീട്ടുകാർക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. ആൾ ആ വീട്ടിലുണ്ട്, ഫാമിലിയിലുണ്ട്, പക്ഷേ അയാളെ കുറിച്ച് പറയുന്നില്ല. ബാക്കി എല്ലാവരെയും കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. സോ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്താ പറയുന്നത്? ദ പേഴ്സൺ ഈസ് ദി ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയും. നെക്സ്റ്റ്, ഇൻ ദ ലോങ് റൺ. ഇൻ ദ ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവൻച്വലി, അല്ലേ, ഗ്രാജുവലി, കുറച്ച് പതുക്കെ ആയാലും ഇൻ ദ ലോങ് റൺ ഒരു റിസൾട്ട് ഉണ്ടാവും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഇൻ ദ ലോങ് റൺ ദർ വിൽ ബി സം റിസൾട്ട്, ദർ വിൽ ബി സക്സസ്. ഇവൻച്വലി റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇൻ ദ ലോങ് റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പുൾ ദ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ടു പുൾ ദ ട്രിഗർ? ടു കമ്മിറ്റ് എ കോസ് ഓഫ് ആക്ഷൻ. നമ്മൾ ഒരു തീരുമാനത്തിലെത്തുക. ടു പുൾ ദ ട്രിഗർ എന്ന് പറയുന്നത് തീരുമാനത്തിലെത്തുക. ലൈക്ക് ഒരു ഡിസിഷൻ നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യണ്ട എന്ന് വെച്ചിട്ടായിരിക്കും, നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാകും, നമുക്കൊരു നെർവസ്നെസ് ഉണ്ടാകും, നമുക്കൊരു പേടി ഉണ്ടാകും, ചെയ്യണ്ട എന്ന് വെച്ചതായിരിക്കും. ബട്ട് ദെൻ സഡൻലി യു റിയലൈസ്, നമ്മൾ വിചാരിക്കണം ഓക്കെ ഐ പുൾ ദ ട്രിഗർ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അത് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളത്. അടുത്തത് എന്താണ്? ഓൺ ദ ജോബ്. വെൻ സംബഡി സേസ് ദാറ്റ് യു ആർ ഓൺ ദ ജോബ്, അല്ലെങ്കിൽ ഐ എം ഓൺ ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാനൊരു ജോലിയിലാണ്, ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അടുത്തത് എന്താണ്? സൂസി ഹാസ് സച്ച് സ്ട്രോങ് റിസംബ്ലൻസ് ടു Kate Winslet that sometimes the people would ask her for her autograph. ഇല്ലേ, സൂസി എന്ന് പറയുന്ന വ്യക്തിക്ക് കേറ്റ് വിൻസ്ലെറ്റ് എന്ന് പറയുന്ന നടിയുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് പുള്ളിക്കാരി കേറ്റ് വിൻസ്ലെറ്റ് ആണ്, അതുകൊണ്ട് ഓട്ടോഗ്രാഫ് വേണം എന്നാണ് പറയുന്നത്. അപ്പം ഈ സ്ട്രോങ് റിസംബ്ലൻസ് കാണിക്കുന്ന ഇഡിയം ഏതാണെന്നാണ് ചോദിച്ചത്. സ്ട്രോങ് റിസംബ്ലൻസ് മീൻ ചെയ്യുന്നത് ഡെഡ് റിംഗർ. ഡെഡ് റിംഗർ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് കോപ്പി, ആ തനി പകർപ്പ് എന്ന് നമ്മൾ പറയാറില്ല. തനി പകർപ്പ് എന്ന് പറയുന്നതാണ് ഡെഡ് റിംഗർ. ഇതൊരു കോമൺ നമ്മൾ കാണുന്ന ഒരു ഇഡിയമല്ല. സോ ഇഫ് സംബഡി സേസ് ദാറ്റ് ഇൻ എ ഡെഡ് റിംഗർ ഫോർ യുവർ ഗ്രാൻഡ് മദർ ഓർ ഫോർ യുവർ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പൻ്റെയോ അല്ലെങ്കിൽ അമ്മൂമ്മയുടെയോ തനി പകർപ്പാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഡെഡ് റിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്, ഭയങ്കര റിസംബ്ലൻസ്, എക്സാക്ട് റിസംബ്ലൻസ് ഓർ എക്സാക്ട് കോപ്പി എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദി പാർട്ടി. ഇത് നമുക്കറിയാലോ. ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു ബ്രിങ്സ് ലോട്ട്സ് ഓഫ് എനർജി ടു ദി പാർട്ടി, അല്ലേ, ഒരുപാട് എനർജി കൊണ്ടുവരിക. അയാളാണ് ആ പാർട്ടിയുടെ എല്ലാം, ലൈഫ് ആൻഡ് സോൾ. അയാൾ ഇല്ലെങ്കിൽ നമുക്ക് ആ പാർട്ടി ഒന്ന് ആഘോഷിക്കാനോ അല്ലെങ്കിൽ പാർട്ടി നമുക്ക് എൻജോയ് ചെയ്യാനോ പറ്റാറില്ല എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ഒരു സെക്ഷനും കൂടി നോക്കാം.
എന്താണ് അടുത്തത്? ടു ഗോ ബനാനാസ്. എന്താണ് ടു ഗോ ബനാനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആവുക എന്നുള്ളതാണ് വരുന്നത്. സോ ടു ബിക്കം എക്സൈറ്റഡ് ഓർ ആംഗ്രി, ഭയങ്കര എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെടുക. ആ ഒരു അവസ്ഥയെ നമ്മൾ ടു ഗോ ബനാനാസ് എന്ന് പറയും. ഇപ്പം നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട ഒരു സെലിബ്രിറ്റി വരുവാണെന്ന് വിചാരിക്കും, അത് ഈ ക്രൗഡ് ദ ക്രൗഡ് ഗോസ് ബനാനാസ്. ആ ക്രൗഡ് പെട്ടെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആകും, ഭയങ്കര എനർജറ്റിക് ആകും. ഓക്കെ, നൗ ടു പൗണ്ട് ദ പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മുടെ ഫുട്പാത്ത് പേയ്മെൻറ്റ്, അതാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ടു പൗണ്ട് ദ പേയ്മെൻറ്റ്, പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള കാല് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് വെച്ചിട്ട് നമ്മൾ നടക്കുന്നതിനാണ് ടു പൗണ്ട് എന്ന് പറയുന്നത്. സോ പൗണ്ട് ദ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ചേരുമ്പം അതിൻ്റെ ഇടിയും കുറച്ച് അതിൻ്റെ മീനിങ് കുറച്ച് വ്യത്യാസമാണ്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. യു വാക്ക് ദ സ്ട്രീറ്റ്സ്, നമ്മൾ ആ പേയ്മെൻറ്റിലൂടെ നടക്കുന്നത് എന്തിനാണ്? ജോലി അന്വേഷിച്ച് നടക്കുക. എസ്പെഷ്യലി ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇല്ലേ, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ജോലി അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൗണ്ട് ദി പേയ്മെൻറ്റ്. ഇല്ലേ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് അങ്ങനെ വരാറുണ്ട്. നമുക്കൊരു പേടിയുണ്ട് അല്ലേ, നമുക്ക് വെദർ വി വിൽ ഹാവ് ടു പൗണ്ട് ദ പേയ്മെൻറ്റ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നൗ നെക്സ്റ്റ് ഹൈ ഹോസ്. ഹൈ ഹോസ് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ്റെ ഇടയിൽ നമ്മൾ ഹൈ ഹോസ് കണ്ടതാണ്, റൈഡ് ദ ഹൈ ഹോസ് എന്നുള്ളത്. ഹൈ ഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫീലിംഗ് ഓഫ് മോറൽ സുപ്പീരിയോറിറ്റി. അത് നമ്മൾ ഭയങ്കര സംഭവമാണ്, ആറ്റിറ്റ്യൂഡ് ഓഫ് മോറൽ സുപ്പീരിയോറിറ്റി. നമ്മൾ ഭയങ്കര സംഭവമാണെന്നുള്ള തോന്നലാണ് യു റൈഡ് ദ ഹൈ ഹോസ് ഓർ ആ ഒരു ഹൈ ഹോസ് എന്നുള്ളൊരു ഫീലിംഗ് പറയുന്നത്. നാലാമത്തെ നോക്കാം. ആഫ്റ്റർ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്സ് ഹി വാസ് ടെംപ്റ്റഡ് ടു ത്രോ അപ്പ് ദ സ്പഞ്ച് ബട്ട് കണ്ടിന്യൂഡ് പെർസീവറൻസ് ഫൈനലി ബ്രോട്ട് സക്സസ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടു ത്രോ അപ്പ് ദ സ്പഞ്ച്. ടു ത്രോ അപ്പ് ദ സ്പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് എന്നുള്ളതാണ്. ടു ത്രോ അപ്പ് ദ സ്പഞ്ച് അഥവാ ത്രോ ഇൻ ദ സ്പഞ്ച് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ത്രോ ഇൻ ദ സ്പഞ്ച് എന്ന് പറയാറുണ്ട്. അതേപോലെ ഇതേ മീനിങ് വരുന്ന മറ്റൊരു ഇഡിയമാണ് ത്രോ ഇൻ ദ ടവൽ. ത്രോ ഇൻ ദ ടവൽ. സോ ത്രോ അപ്പ് ദ സ്പഞ്ച് അഥവാ ത്രോ ഇൻ ദ ടവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ഡിഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സറണ്ടർ ഓർ ഗിവ് അപ്പ് ദി കണ്ടസ്റ്റ്. നമ്മൾ ആ കണ്ടസ്റ്റിനെ പിന്മാറുക, നമ്മൾ ഡിഫീറ്റ് തോൽവി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടു ത്രോ അപ്പ് ദ സ്പഞ്ച് എന്ന് പറയുന്നത്. ഇത് ബോക്സിങ്ങിൻ്റെ ഫീൽഡിൽ നിന്ന് വന്ന ഒരു ഇഡിയമാണ് ടു ത്രോ അപ്പ് ദ സ്പഞ്ച് അല്ലെങ്കിൽ ത്രോ ഇൻ ദ സ്പഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. ലേറ്റർ ബ്രൂക്സ് മദർ അല്ലെജ്ഡ് ദാറ്റ് റേസിസം ഹെൽപ്ഡ് പുട്ട് ദ പെഡൽ ടു ദ മെറ്റൽ. സോ പെഡൽ ടു ദ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡൽ കൊടുക്കുക, മെറ്റലിൽ പെഡൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ സ്പീഡ് പോകുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഡ്രൈവിങ്ങിലാണെങ്കിൽ നമ്മൾ പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്പീഡ് പോകുക എന്നുള്ളതാണ് ടു ഗോ ഫുൾ സ്പീഡ്, എസ്പെഷ്യലി വൈൽ ഡ്രൈവിങ് എ വെഹിക്കിൾ. സോ ഫുൾ സ്പീഡിൽ ഭയങ്കര ആക്സിലറേറ്റഡ് ആ ഒരു മോഷനിൽ പോവുക എന്നുള്ളതാണ് പുട്ട് ദ പെഡൽ ടു ദ മെറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുട്ട് ദ പെഡൽ ടു ദ മെറ്റൽ മീൻസ് ടു ഗോ ഫുൾ സ്പീഡ്. അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. ലോവ്സ് ആൻഡ് ഫിഷസ്. ലോവ്സ് ആൻഡ് ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഗെയിൻസ് എന്നുള്ളതാണ് അർത്ഥം. മെറ്റീരിയൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ പണമായിട്ട് കിട്ടുക എന്നുള്ളത്. ഇപ്പം എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാണ്? ടു ഗെറ്റ് ലോവ്സ് ആൻഡ് ഫിഷസ് അൾട്ടിമേറ്റ്ലി. സോ മെറ്റീരിയൽ ഗെയിൻസ് അഥവാ നമ്മൾ പറയും ടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് എന്ന് പറയും. മെറ്റീരിയൽ ഗെയിൻസ് അഥവാ ടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് എന്ന് പറയും. സോ ടാഞ്ചിബിൾ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് വൺ. ടു ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്. ടു ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ് പറഞ്ഞാൽ പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നാണ്. ബൈഗോൺസ് മീൻസ് പഴയ കാലത്തെ കാര്യങ്ങൾ. സോ ഫൊർഗെറ്റ് ദി അൺപ്ലസന്റ് തിങ്സ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ എപ്പോഴും അങ്ങനെ പറയുന്നത് എപ്പോഴാണ്? കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയുന്നത് എപ്പോഴാണ്? അൺപ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ഓർക്കാനുണ്ട്. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് ആയിരിക്കാം, നേരത്തെ ഒരു കശപിശ ഉണ്ടായിട്ടുണ്ടാകാം. സോ ലെറ്റ് ദ ബൈഗോൺസ് ബി ബൈഗോൺസ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് അങ്ങോട്ട് എന്താണ് ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താം എന്നുള്ളത്. സോ യു ഗെറ്റ് റീകൺസൈൽഡ്. നമ്മൾ ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരിക അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് തന്നെ തുടരുക എന്നുള്ളതാണ്. സോ അൺപ്ലസന്റ് തിങ്സ് മറന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൊഗീവ് ചെയ്യുക, എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുക ഫ്രണ്ട്ഷിപ്പ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ബെൽ ദ കാറ്റ്. ടു ബെൽ ദ കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ പൂച്ചക്കാര് മണികെട്ടും എന്നുള്ളത് അത് തന്നെയാണ്. ടു ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസും വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷേ ആ സിറ്റുവേഷൻ നമ്മൾ ക്രാക്ക് ചെയ്യണം. ആ ഡിഫിക്കൽട്ടായിട്ട് സിറ്റുവേഷൻ നമ്മളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കാണണം. അപ്പോൾ അതാണ് ടു ഡു എ ഡേഞ്ചറസ് ടാസ്ക് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ബെൽ ദി കാറ്റ്. അടുത്തത്. ദാറ്റ് ന്യൂ ബജറ്റ് ബിൽ വാസ് ടോട്ടലി യൂസ്ലെസ് ബിഫോർ ഇറ്റ് ഹിറ്റ് ദി സെനറ്റ്. അല്ലേ, ഏതൊരു ബജറ്റ് ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. ടോട്ടലി യൂസ്ലെസ് ആണ്. അപ്പോൾ ടോട്ടലി യൂസ്ലെസ് വരുന്ന ഒരു ഇഡിയം ഏതാണെന്നാണ് ഓപ്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? ക്രൈ വുൾഫ്, ഡെഡ് ഡക്ക്, കോൾഡ് ഫീറ്റ്, ഫ്യൂവൽ ടു ദി ഫയർ.
ഇല്ലേ? ഇതിലെന്താണ് യൂസ്ലെസ് ആണ്, സക്സസ്ഫുൾ അല്ല എന്നുള്ള അർത്ഥം വരുന്നത് ഡെഡ് ഡക്ക് ആണ്. ഇല്ലേ? നമ്മൾ ആ സാധനം വരുന്നതിന് മുമ്പ് തന്നെ സംതിങ് ബിക്കംസ് അൺസക്സസ്ഫുൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയേ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെഡ് ഡക്ക് എന്ന് പറയുന്നത്. അത് അങ്ങനെ സക്സസ്ഫുൾ ആവാത്തതിൻ്റെ കാര്യം ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടായിരിക്കും. അത് കൊണ്ടുവന്നതേ ഒരു മിസ്റ്റേക്കാണ്, അതിനെ ഡ്രാഫ്റ്റ് ചെയ്തതേ ഒരു മിസ്റ്റേക്കാണ്. ബജറ്റ് ബിൽ ഫോർ എക്സാമ്പിൾ, ബജറ്റ് ബില്ലിൻ്റെ ആ ഒരു തീരുമാനം തന്നെ, അഥവാ അത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ആ ഡിസിഷനെ തെറ്റാണ്, അല്ലെങ്കിൽ അതിന് ഉപയോഗിച്ച പോളിസിയെ തെറ്റാണ്. സോ ദാറ്റ് ഈസ്, അപ്പോൾ അത് നമുക്കറിയാം, അത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം അതൊരു ഡെഡ് ഡക്കാണ്. ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി സക്സസ്ഫുൾ അറ്റ് ഓൾ. അടുത്തത് എന്താണ് പറയുന്നത്? ക്രൈ വുൾഫ്. എന്താണ് ക്രൈ വുൾഫ് എന്ന് പറയുന്നത്? ക്രൈ വുൾഫ് എന്ന് പറയുന്നത് ഫോൾസ് അലാം ആണ്. ഫോൾസ് അലാം. ഫോൾസ് അലാം. ഫോൾസ് അലാം മീൻസ് വാട്ട്? നമ്മൾ പറയാറില്ല പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ റിയലായിട്ട് പുലി വരുന്ന സമയത്ത് ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. സോ ആ ഫോൾസ് അലാം കൊടുക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ക്രൈ വുൾഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഫീറ്റ്. കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. കോൾഡ് ഫീറ്റ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അല്ലേ? നമ്മൾ വിചാരിക്കും എന്നാ യാത്ര പോവുമല്ലേ, നമുക്കൊരു ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മൾ മുകളിൽ നിന്ന് ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യാൻ നിൽക്കും. പക്ഷെ ചെയ്യാൻ പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് യു ഡെവലപ്പ് ദറ്റ് കോൾഡ് ഫീറ്റ്. അല്ലേ? നെർവസ്നെസ്സും ഭയങ്കര വെപ്രാളും ഭയങ്കര ടെൻഷനും ആ ലാക്ക് ഓഫ് കോൺഫിഡൻസും, അതാണത് കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആഡ് ഫ്യൂവൽ ടു ദി ഫയർ. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ആണ്. അല്ലേ? എന്താണ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയുന്നത്? എരുതിയിൽ എണ്ണ ഒഴിക്കുക. ഒരു സിറ്റുവേഷൻ ഓൾറെഡി മോശമായിരിക്കുകയാണ്, അതിനെ നമ്മൾ വേഴ്സ് ആക്കുകയാണ്. ഓൾറെഡി ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ വേഴ്സ് ആക്കുന്നതിനെയാണ് ആഡ് ഫ്യൂവൽ ടു ദി ഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. എന്താണ് അടുത്ത ഐഡിയ വരുന്നത്? ഫിറ്റസ് ഫിഡിൽ. ഫിറ്റസ് ഫിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ എ വെരി ഗുഡ് ഫിസിക്കൽ കണ്ടീഷൻ. ഇല്ല, ചില ആൾക്കാർ എത്ര പ്രായമായാലും ദർ ഫിറ്റ് ആസ് ഫിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് ഫിസിക്കൽ കണ്ടീഷൻ. നെക്സ്റ്റ് ടു ഹാവ് ദി ഹാർട്ട് ഓഫ് സ്റ്റോൺ. ഇല്ലേ? കല്ല് പോലത്തെ ഒരു ഹൃദയം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഫീൽ നോ പിറ്റി. അവർക്ക് വലിയ സിമ്പതി ഒന്നുമില്ല, ഭയങ്കര കട്ടി മനസ്സുള്ള ഒരാളാണ്. സോ ദാറ്റ് ഈസ് ടു ഹാവ് ദി ഹാർട്ട് ഓഫ് സ്റ്റോൺ. ക്യൂർ സംബഡീസ് പിച്ച്. ക്യൂർ സംബഡീസ് പിച്ച് എന്ന് പറഞ്ഞാൽ അപ്സെറ്റ് സംവൺസ് പ്ലാൻസ്. അതായത് അയാൾക്ക് എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യേണ്ടി വരും, പക്ഷെ നമ്മൾ അയാളുടെ പ്ലാനൊക്കെ ഇങ്ങനെ അപ്സെറ്റ് ചെയ്യുക. അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയാൾക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് ക്യൂർ സംബഡീസ് പിച്ച്. മറ്റൊരാളുടെ ഒരു പ്ലാനിനെ നമ്മൾ അട്ടിമറിക്കുക. നെക്സ്റ്റ് ബാക്ക് അപ്പ് ദ റോങ് ട്രീ. ബാക്ക് അപ്പ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വേസ്റ്റ് വൺസ് എനർജി ഓർ എഫേർട്ട് ബൈ പെർസ്യൂവിങ് ദി റോങ് തിങ്. സോ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഒരു കേസ് നടക്കുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒരു സൈഡിലേക്ക് പോകുന്നു, പക്ഷെ അതല്ല യഥാർത്ഥ എവിഡൻസ് എന്ന് പറയുന്നത് വേറെ സ്ഥലത്താണ്. അപ്പം നമ്മൾ പറയും ബാക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. ഇല്ലേ? കാരണം ടൈം വേസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു റോങ് കാര്യങ്ങൾ പെർസ്യൂ ചെയ്തിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് റോങ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയിട്ട് നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യണം. സോ ബാക്കിംഗ് അപ്പ് ദി റോങ് ട്രീ. അടുത്തത് ടു ഗോ എ ലോങ് വേ. നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അല്ലേ? ദേ വർക്ക് വെരി ഹാർഡ്, ഭയങ്കര പെർസീവിയറൻസ്, ഭയങ്കര ഡിറ്റർമിനേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയാറുണ്ട് യുൽ ഗോ എ ലോങ് വേ. എന്തായാലും സക്സസ്ഫുൾ ആകും എന്നുള്ളത്. സോ ടു ഗോ എ ലോങ് വേ മീൻസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. ഫിക്സ്ഡ് ഇൻ വൺസ് വേസ്. എന്താണ് ഫിക്സ്ഡ് ഇൻ വൺസ് വേസ്? നോട്ട് വില്ലിങ് ഓർ വാണ്ടിങ് ടു ചേഞ്ച് ഫ്രം യുവർ നോർമൽ വേ ഓഫ് ഡൂയിങ് സംതിങ്. ഒരു രീതി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ആ രീതിയിലല്ലാതെ മറ്റൊരു ശൈലിയിലോ മറ്റൊരു രീതിയിലോ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതിനെയാണ് ഫിക്സ്ഡ് ഇൻ വൺസ് വേസ്. ഐവ് ഗോട്ട് വൺ വേ. എനിക്കൊരു രീതിയുണ്ട് ചെയ്യാനായിട്ട്, ആ രീതിയിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഒരു കടുംപിടുത്തമുള്ള ഒരാൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഹീ ഓർ ഷീ ഈസ് ഫിക്സ്ഡ് ഇൻ ഹിസ് വേസ് ഓർ ഹർ വേസ് എന്ന് നമ്മൾ പറയും. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത സെറ്റ് എന്താണ്? ഗെറ്റ് ദ ബോൾ റോളിംഗ്. വോട്ട് യു മീൻ ബൈ ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറയുന്നത്? ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറയുന്നത് ബോൾ റോൾ ചെയ്യട്ടെ, കണ്ടിന്യൂ ദി ആക്ഷൻ ഓർ സെറ്റ് ആൻ ആക്ടിവിറ്റി ഇൻ മോഷൻ. ഒരു പ്ലാൻ നമ്മളെ കയ്യിലുണ്ട്. സോ വിൽ ഗെറ്റ് ദ ബോൾ റോളിംഗ്. സോ ആ പ്ലാൻ അങ്ങോട്ട് മൂവ് ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ലോങ് ഇൻ ദി ടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ പല്ല് മുളക്കുക എന്നുള്ള അർത്ഥത്തിൽ. സോ ദാറ്റ് മീൻസ് വാട്ട്? മൂക്കിൽ പല്ല് മുളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഓൾഡ് ആവുക എന്നുള്ള അർത്ഥം. സോ ലോങ് ഇൻ ദ ടൂത്ത് എന്ന് പറഞ്ഞാൽ ടു ബി ഓൾഡ്, ഓഫൻ ടു ഓൾഡ് ടു ഡു സംതിങ്. അല്ലേ? നമ്മൾ പറയാറുണ്ട് മൂക്കിൽ പല്ല് മുളച്ചിട്ടാണോ നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നത്, അത് ചെയ്യാൻ പോകുന്നത്. മീൻസ് അത്രയും വയസ്സായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് പറയുന്നത്. സോ ലോങ് ഇൻ ദി ടൂത്ത്. നെക്സ്റ്റ്
ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ് ഇല്ലേ? അത് ചിലപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തു, അത് ചിലപ്പോൾ നല്ലതിനായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. എന്തായാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് വേറൊരു സൊല്യൂഷൻ നമുക്കില്ല. ചിലപ്പോൾ നല്ലതിനായിരിക്കാം, ചിലപ്പോൾ മോശം ആയിരിക്കാം, അല്ലെങ്കിൽ മോശം ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നമുക്കറിയില്ല. സോ ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആക്സെപ്റ്റ് വാട്ട് എവർ റിസൾട്ട്സ്, എന്ത് റിസൾട്ട് വന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇറ്റ് മേ ബി ഫോർ ഗുഡ് ഓർ ഇറ്റ് മേ ബി ഫോർ ബാഡ്. അറിയില്ല, ലോങ് റൺ, ഇൻ ദ ലോങ് റണ്ണേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഇവൻച്വലി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. Now next, what do you mean by a bad egg? A bad egg എന്ന് പറഞ്ഞാൽ എന്താണ്? A bad person. Okay. Now next, you all look great in your costumes. Good luck. Good luck mean ചെയ്യുന്ന idiom ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കിയാലോ. Come again, don't sweat it, break a leg, spit it out. എന്താ വരുന്നത്? ഗുഡ് ലക്ക് മീൻ ചെയ്യുന്നത് ബ്രേക്ക് എ ലെഗ്. നമ്മൾ വിചാരിക്കും കാല് പിടിക്കുക എന്നുള്ളതാണ്. അല്ല, ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ലക്ക് എന്നാണ്. ഡാൻസ് വെൽ, ബ്രേക്ക് എ ലെഗ്, ഗുഡ് ലക്ക്, ഡാൻസ് വെൽ, എന്തൊരു സിറ്റുവേഷൻ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ബ്രേക്ക് എ ലെഗ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഗുഡ് ലക്ക് എന്നാണ് അർത്ഥം. നൗ നെക്സ്റ്റ്, കം അഗെയിൻ. കം അഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുവാണ്, അപ്പം നമുക്കത് മനസ്സിലായിട്ടില്ല, അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാളുടെ എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടില്ല, നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ തലക്കുള്ള ഒരാൾ പറയുന്നത് കം അഗെയിൻ, വാട്ട് കം അഗെയിൻ, കം അഗെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് പറയാമോ, എനിക്ക് മനസ്സിലായില്ല, ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ? സോ ദാറ്റ് ഇസ് കം അഗെയിൻ. അടുത്തത് എന്താണ്? ഡോണ്ട് സ്വെറ്റ് ഇറ്റ്. ഡോണ്ട് സ്വെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് വറി. ഓക്കെ, കം അഗെയിൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ആൻഡ് ഡോണ്ട് സ്വെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഡോണ്ട് വറി, കേട്ടോ, ഡോണ്ട് വറി എന്നുള്ള അർത്ഥത്തിലാണ്. സ്പിറ്റ് ഇറ്റ് ഔട്ട്. സ്പിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്പിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുപ്പുക എന്നുള്ള അർത്ഥം. സ്പിറ്റ് ഇറ്റ് ഔട്ട് എന്ന് ജനറലി നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരാളൊരു കാര്യം പറയാൻ ഹെസിറ്റൻ്റ് ആണ്, അയാൾക്ക് പറയാൻ പറ്റുന്നില്ല, അയാൾക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും സ്പിറ്റ് ഇറ്റ് ഔട്ട്, ഇല്ലേ? ഇത് പറയാനുള്ളത് അങ്ങ് പറയൂ വേഗം. അല്ലെങ്കിൽ ചില ആൾക്കാർ ഭയങ്കര സ്ലോ ആയിരിക്കും സംസാരിക്കാനായിട്ട്. ഫോൺ ചെയ്തതിന് ശേഷം കുറേ നേരം മുക്കലും മൂളലും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പറയാൻ വരുന്നത്. അപ്പോൾ അങ്ങേ തലത്തിൽ അപ്പുറത്തിരിക്കുന്നവർക്ക് ഭയങ്കര സമയമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? സ്പിറ്റ് ഇറ്റ് ഔട്ട്, കം ടോക്ക് ഫാസ്റ്റ്, പെട്ടെന്ന് സംസാരിക്കൂ, പെട്ടെന്ന് പറയൂ എന്നുള്ള അർത്ഥത്തിലാണ് സ്പിറ്റ് ഇറ്റ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ടു ഈറ്റ് ക്രോ. ടു ഈറ്റ് ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അഡ്മിറ്റ് ദാറ്റ് വൺ ഇസ് റോങ്. ഒരു സെൻറ്റൻസ് നോക്കാം. ഹി വാണ്ടഡ് ടു മേക്ക് ഹിസ് ക്രിട്ടിക്സ് ഈറ്റ് ക്രോ. അതായത് ക്രിട്ടിക്സ് എന്താണോ അയാളെ കുറ്റം പറഞ്ഞ ആൾക്കാരെ റിയലൈസ് ചെയ്യിപ്പിക്കുക, അവർ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണ, അവരുടെ ധാരണ തെറ്റായിരുന്നു എന്നുള്ളത്. സോ അതാണ് ടു ഈറ്റ് ക്രോ എന്ന് പറയുന്നത്. നമ്മളെ ഒരാൾ നിങ്ങൾ തെറ്റാണ് എന്നുള്ളത് അവരെ റിയലൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. Now next one, she started repaying the money she borrowed from me, but the amount she returned to me is insignificant compared to what she still owes. എന്ന് പറഞ്ഞാൽ മണി റീപേ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരുന്നു. കാരണം ഞാൻ കടം കൊടുത്ത മുഴുവൻ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ഇൻസിഗ്നിഫിക്കൻറ്റ് എന്നുള്ള അർത്ഥം വരുന്ന ഇഡിയം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഈറ്റ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്, ജോ ഡ്രോപ്പിംഗ്, an eye for an eye, a drop in a bucket. ആൻസർ ഏതാ വരുന്നത്? വളരെ കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? ബക്കറ്റിൽ ഡ്രോപ്പ്, എ ഡ്രോപ്പ് ഇൻ എ ബക്കറ്റ്. വലിയ ഒരു ബക്കറ്റിൽ ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്, ചെറിയൊരു എമൗണ്ട് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? എ ഡ്രോപ്പ് ഇൻ എ ബക്കറ്റ്. ഈറ്റ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്, അല്ലേ? നമ്മളെ കയ്യിൽ നിന്നും മറ്റൊരാൾ എന്തെങ്കിലും കഴിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോളിലാണെന്നാണ് അതിനർത്ഥം. സോ ഈ സംബഡി ഈറ്റ്സ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്, നിങ്ങളെ കയ്യിൽ നിന്നും ഒരാൾ കഴിക്കുവാണെങ്കിൽ അയാൾ മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലാണെന്നാണ്. സോ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ സമ്മൺ ഇഫ് സമ്മൺ ഈസ് ഈറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്, നിങ്ങളുടെ കൈകളിൽ നിന്നും ഒരാൾ കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ ഈറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ് മീൻസ് ദറ്റ് പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ യുവർ കൺട്രോൾ. നൗ നെക്സ്റ്റ്, ജോ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമേസിങ് ആയിട്ടുള്ളത്. ജോ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അമേസിങ്, ഇല്ലേ? നമ്മൾ ചില സാധനങ്ങളോ അല്ലെങ്കിൽ ചില സിറ്റുവേഷനെ കണ്ട് നമ്മളേക്ക് വാവ്, സോ യുവർ ജോ ഡ്രോപ്സ്, താഴോട്ട് പോകും, ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുക, അതാണ് ജോ ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് an eye for an eye, ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇതിന് കൂടെ തന്നെ വരുന്നതാണ്. an eye for an eye and a tooth for a tooth എന്ന് പറഞ്ഞാൽ റിവെഞ്ച് ചെയ്യുക, അല്ലേ? കണ്ണിന് കണ്ണ് എന്നുള്ള അർത്ഥത്തിൽ. സോ യു ടേക്ക് റിവെഞ്ച്. ഒരാൾ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കണ്ണ് നമ്മൾ ചൂഴ്ന്നെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ. സോ ദാറ്റ് മീൻസ് റിവെഞ്ച് എന്നുള്ള ഉദ്ദേശത്തിലാണ് an eye for an eye വരുന്നത്. അടുത്തത് എ ബ്രോത്ത് ഓഫ് എ ബോയ്. ഇതെല്ലാം അത്രയും നമ്മൾ കോമൺ ആയിട്ടുള്ളൊരു ഇഡിയംസ് അല്ല,
നമ്മൾ സാധാരണയായിട്ട് ഗൈഡ് ബുക്സിലൊന്നും കാണാത്ത ടൈപ്പ് ഓഫ് ഇഡിയംസ് ആണ് MTS 2022 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എ ബ്രോത്ത് ഓഫ് എ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ലൈവ്ലി എനർജറ്റിക് യങ് പേഴ്സൺ ആണ് ബ്രോത്ത് ഓഫ് എ ബോയ്. സോ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അയാളെ പറയുന്നത് എന്താണ്? എ ബ്രോത്ത് ഓഫ് എ ബോയ്. നെക്സ്റ്റ്, ലെറ്റ് ദ ബുള്ളി ഹാവ് എ ടേസ്റ്റ് ഓഫ് ഹിസ് ഓൺ മെഡിസിൻ. എ ടേസ്റ്റ് ഓഫ് ഹിസ് ഓൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാൾ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മൾ തിരിച്ചടിക്കുക. അതിനെയാണ് ടേസ്റ്റ് ഓഫ് ഹിസ് ഓൺ മെഡിസിൻ എന്ന് പറയുന്നത്. ബുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബുള്ളി ചെയ്യുന്ന ഒരാൾ, നമ്മളെ റാഗ് ചെയ്യുന്ന ഒരാൾ, ദാറ്റ്സ് എ ബുള്ളി. സോ വെൻ യു ആർ മിസ്ട്രീറ്റഡ് ദ സെയിം വേ യു മിസ്ട്രീറ്റ് അതേഴ്സ്, അല്ലേ? നിങ്ങൾ എങ്ങനെയാണോ ഒരാളെ മിസ്ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തിരിച്ചിങ്ങോട്ട് കിട്ടുമ്പം യു ഹാവ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ടു ഗെറ്റ് അണ്ടർ വൺ സ്കിൻ. ടു ഗെറ്റ് അണ്ടർ വൺ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുത്തും. അപ്പം അങ്ങനെ ഒരാളെ നമ്മൾ പറയുന്നത് ഹീ ഗെറ്റ്സ് അണ്ടർ മൈ സ്കിൻ എന്നാണ് പറയുന്നത്. സോ ടു ആങ്കർ ഓർ ഇറിറ്റേറ്റ്. അടുത്തത്, ഹി ബോട്ട് എ ബേക്കേഴ്സ് ഡസൻ ഓഫ് ബിസ്ക്കറ്റ്സ്. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പക്ഷെ ഒരു ബേക്കറിൻ്റെ ഡസൻ എന്ന് പറയുന്നത് 13, 13. ഓക്കെ, സോ എ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം ഇഡിയമാണ്. ബേക്കേഴ്സ് ഡസൻ ഇസ് 13. നൗ ഹിറ്റ് ദ ഹേ അല്ലെങ്കിൽ ഹിറ്റ് ദ സാക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹിറ്റ് ദ ഹേ അഥവാ ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടി നമ്മൾ പോവുക എന്നുള്ളതാണ്. ടു ഗോ ടു ബെഡ് ടു സ്ലീപ്പ്, അല്ലേ? ഉറങ്ങാൻ വേണ്ടി പോകുന്നതിനെയാണ് നമ്മൾ ഹിറ്റ് ദ ഹേ. ഐ എം ഗോയിങ് ടു ഹിറ്റ് ദ ഹേ, ഐ എം ടയേർഡ്, ഐ എം ഗോയിങ് ടു ഹിറ്റ് ദ ഹേ, അല്ലേ? ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നൗ നെക്സ്റ്റ്, ഷീ ഇൻവൈറ്റഡ് ഓൾ ആൻഡ് സൺട്രി ടു ഹെർ പാർട്ടി. ഓൾ ആൻഡ് സൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ, എല്ലാവരെയും വിളിച്ചു എന്നുള്ളത്. ഓൾ ആൻഡ് സൺട്രി. സോ എവ്രി വൺ വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ, എവ്രിബഡി. സൺട്രി എന്ന് പറഞ്ഞാൽ തന്നെ എവ്രിബഡി എന്നാണ് അർത്ഥം വരുന്നത്. സോ ഓൾ ആൻഡ് സൺട്രി മീൻസ് എല്ലാവരെയും അങ്ങ് വിളിച്ചു എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ്, റസ്റ്റ് ബക്കറ്റ്. റസ്റ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ വെഹിക്കിൾ ദാറ്റ് ഈസ് ഓൾഡ് ഓർ ഓൾമോസ്റ്റ് ബ്രോക്കൺ. അതാണ് റസ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിലാപ്പിഡേറ്റഡ് സിറ്റുവേഷനിലുള്ള ഒരു വെഹിക്കിളിനെയാണ് നമ്മൾ റസ്റ്റ് ചെയ്തു, ഇല്ലേ? റസ്റ്റ് ചെയ്യാൻ തന്നെ തുരുമ്പ് പിടിച്ചു പോയി. അപ്പോൾ തുരുമ്പ് പിടിച്ചു പോയ ഒരു വെഹിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ റസ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ക്രിട്ടിക്സ് ആൻഡ് മൺഡേ മോർണിംഗ് ക്വാർട്ടർ ബാക്സ് ആർ എ ഡൈം എ ഡസൻ ബട്ട് ഇറ്റ് റിമെയിൻസ് ടു ബി സീൻ. ക്രിട്ടിക്സ് ആൻഡ് മൺഡേ മോർണിംഗ് ക്വാർട്ടർ ബാക്സ് ആർ ഡൈം എ ഡസൻ. ആ ഡൈം എ ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാടുണ്ട്. എനിത്തിങ് ദാറ്റ് ഈസ് കോമൺ ആൻഡ് ഈസി ടു ഗെറ്റ്. വളരെ കോമൺ ആണ്, അല്ലേ? എ ഡൈം എ ഡസൻ മീൻസ് വളരെ കോമൺ ആണ്, നമുക്ക് വളരെ എളുപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാനും പറ്റും. അവർ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള പീസൊന്നുമല്ല. അത് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. എന്താണ് ഈ ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ? അറിയാമല്ലോ, അല്ലേ? കുറ്റം പറയുന്ന ഒരാളാണ് ക്രിട്ടിക് എന്ന് പറയുന്നത്. മൺഡേ മോർണിംഗ് ക്വാർട്ടർ ബാക്സ് എന്ന് പറയുന്നത്, മൺഡേ മോർണിംഗ് ക്വാർട്ടർ ബാക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തെ നമ്മൾ ഡീൽ ചെയ്തു. അത് ഡീൽ ചെയ്തതിന് ശേഷം കുറേ ആൾക്കാർ വന്നിട്ട് പറയും, ഓ അത് അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അത് വേറെ രീതിയിൽ ചെയ്താലായിരുന്നു ശരിയാവുന്നത്, കുറച്ചും കൂടി റിസൾട്ട് വന്നേനെ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് മൺഡേ മോർണിംഗ് ക്വാർട്ടർ ബാക്സ്. പ്രശ്നം നമ്മൾ ഓൾറെഡി പരിഹരിച്ചതിന് ശേഷം അതങ്ങനെയല്ല, അതിങ്ങനെയല്ല, അത് അവിടെ എങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് മൺഡേ മോർണിംഗ് ക്വാർട്ടർ ബാക്ക്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. സോ ദേ ആർ ഡൈം അ ഡസൻ, വെരി കോമൺ. ആൻഡ് ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് ലോകത്ത് ഒരുപാടുണ്ട് എന്നാലും. സോ ദാറ്റ് ഈസ് എ ഡൈം എ ഡസൻ. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ദാറ്റ്സ് ലൈക്ക് ജൂലി ഓൾവേസ് കമ്മിങ് ടു കൺക്ലൂഷൻസ് ടു ക്വിക്ക്ലി ഈവൻ ബിഫോർ ഷീ നോസ് ദ ഫാക്ട്സ്. ഇല്ല, ചില ആൾക്കാർ എങ്ങനെയാണ് ഫാക്റ്റ് അറിയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കൺക്ലൂഷനിലെത്തും, ഇന്നതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ ആ ഒരു കൺക്ലൂഷനിലേക്ക് പെട്ടെന്ന് എത്തുന്ന അങ്ങനെ ആ ഒരു ഉപയോഗം വരുന്ന ഇഡിയം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. ജമ്പിങ് ഇൻ ബോത്ത് ഫീറ്റ്, റെയറിങ് ടു ഗോ, സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട് ആൻഡ് ബൈറ്റിംഗ് ഹെർ ഓൺ ടങ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? കമ്മിങ് ടു കൺക്ലൂഷൻസ് വെരി സൂൺ അല്ലെങ്കിൽ വെരി ക്വിക്ക്ലി ആണെങ്കിൽ ജമ്പിങ് ഇൻ ബോത്ത് ഫീറ്റ് ആണ്, ഇല്ലേ? നമ്മൾ സ്ഥലം കാണുന്നതിന് മുമ്പ് യു ജമ്പ്, സോ യു കം ടു ദി കൺക്ലൂഷൻസ്. അടുത്തത് എന്താണ്? റെയറിങ് ടു ഗോ. റെയറിങ് ടു ഗോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുക, പോകാൻ വേണ്ടിയിട്ട് തൽപരരായിട്ടിരിക്കുക എന്നുള്ളതാണ് റെയറിങ് ടു ഗോ. സോ ദാറ്റ് മീൻസ് യു ആർ ready to go, eager to go, raring to go. റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം യു ആർ ഓൾ റെയറിങ് ടു ഗോ, പെട്ടെന്ന് പോകാൻ തയ്യാറായി നിൽക്കുക. പിന്നെ സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരേ മിസ്ഫോർച്യൂൺസിലൂടെ പോവുക, ഇല്ലേ? നമുക്കും അയാൾക്കും രണ്ടുപേർക്കും പ്രശ്നങ്ങളാണ്, അതേ
പ്രശ്നങ്ങൾ രണ്ടുപേരും കടന്നു പോവുക എന്നുള്ളതാണ് സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട്. മിസ്ഫോർച്യൂൺസ് ആണ്, ബോട്ടിൽ പെടാൻ പ്രശ്നമാണ്. സോ ലൈഫിലൊരു മിസ്ഫോർച്യൂൺസ് രണ്ടുപേരും ഒരുപോലെ കടന്നു പോകും. സോ വി ആർ സെയിലിംഗ് ഇൻ ദി സെയിം ബോട്ട്. അടുത്തത് ബൈറ്റ് യുവർ ടങ്, ബൈറ്റ് ഹെർ ഓൺ ടങ് അല്ലെങ്കിൽ ബൈറ്റ് യുവർ ടങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ബൈറ്റ് യുവർ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയണം എന്നുണ്ട് പക്ഷെ പറയുന്നില്ല. ചിലപ്പം അത് പിന്നെ അയാൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് അയാൾ മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ബൈറ്റ് യുവർ ടങ് എന്ന് പറയുന്നത്. സോ യു വോണ്ട് ടു സ്പീക്ക് ബട്ട് യു ബൈറ്റ് യുവർ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കും, നമ്മൾ പിന്നെ ഒന്നും പറയുന്നില്ല. യു ജസ്റ്റ് ബൈറ്റ് യുവർ ടങ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ഹിസ്റ്ററി സർട്ടൻലി ഗിവ്സ് യു സംതിങ് ടു തിങ്ക് അബൌട്ട് ഡസൻറ്റ് ഇറ്റ്. സംതിങ് ടു തിങ്ക് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഏതായിരിക്കും ഇഡിയം വരുന്നത്? ഫുഡ് ഫോർ തോട്ട്, കപ്പ് ഓഫ് ജോ, ഗോൾഡൻ ഹാൻഡ് ഷേക്ക്, 40 വിങ്സ്. സോ ഫുഡ് ഫോർ തോട്ട്, ചിന്തിക്കാനുള്ള ഒരു വക, അതാണ് ഫുഡ് ഫോർ തോട്ട് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് സംതിങ് ടു തിങ്ക് അബൌട്ട് ഇസ് ഫുഡ് ഫോർ തോട്ട്. വോട്ട് യു മീൻ ബൈ കപ്പ് ഓഫ് ജോ? കപ്പ് ഓഫ് ജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി. അപ്പം നാളെ എനിക്ക് കോഫി കുടിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? എനിക്ക് എന്ത് വേണം? എ കപ്പ് ഓഫ് ജോ. സോ ദാറ്റ് ഈസ് കോഫി. ഗോൾഡൻ ഹാൻഡ് ഷേക്ക്. ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VRS എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരാളെ പിരിച്ചു വിടുമ്പം അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പം അയാൾക്കൊരു ഹെഫ്റ്റി സം, ഒരു വലിയ അമൗണ്ട് ഓഫ് മണി അയാൾക്ക് കൊടുക്കും. റിട്ടയർമെൻ്റ് സമയത്തായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പിരിഞ്ഞു പോകുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പിരിച്ചു വിടുന്ന സമയത്തായിരിക്കാം. അതിനെ നമ്മൾ പറയുന്നതാണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക്. പല കമ്പനീസിലും ഇതുപോലെ ഗോൾഡൻ ഹാൻഡ് ഷേക്കിൻ്റെ ക്ലോസ് ഉണ്ടാകും. അതായത് അയാളെ പിരിച്ചു വിടുക, അയാൾ പോകുന്ന സമയത്ത് അയാൾക്ക് ഇന്ന ബെനിഫിറ്റ്സ് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. അടുത്തത് 40 വിങ്സ്. 40 വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പകൽ സമയത്തെ ചെറിയൊരു മയക്കം, ഉറക്കം, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് 40 വിങ്സ്. നാപ്പ് എന്ന് പറയാറുണ്ട്, ക്യാറ്റ് നാപ്പ് എന്ന് പറയാറുണ്ട്, ക്യാറ്റ് നാപ്പ് അല്ലേ, നാപ്പ് എന്ന് പറയാറുണ്ട്. സോ ആ ഒരു ചെറിയൊരു മയക്കം, ചെറിയൊരു ഉറക്കത്തിനെയാണ് നമ്മൾ 40 വിങ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻ വൺസ് ആൻഡ് ടൂസ്. ഇൻ വൺസ് ആൻഡ് ടൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ സ്മോൾ നമ്പേഴ്സ്, ചെറിയ കുറച്ച് ആൾക്കാരായിട്ട് വരിക അല്ലേ. ഗെസ് അറൈവ്ഡ് ഇൻ വൺസ് ആൻഡ് ടൂസ്. ഗെസ് എല്ലാം വന്നത് എങ്ങനെയാണ്? കുറച്ച് ചെറിയ നമ്പേഴ്സിൽ ഒരുമിച്ച് ഒരുപാട് ആൾക്കാരായി വന്നില്ല, കുറച്ചായിട്ട് വരാൻ തുടങ്ങി. പതുക്കെ അതൊരു ക്രൗഡായി. ദാറ്റ് ഈസ് ഇൻ വൺസ് ആൻഡ് ടൂസ്. നമുക്ക് അടുത്തത് നോക്കിയാലോ. ഡിഡ് യു നോ ഡേവിഡ് വെന്റ് ടു സ്കൂൾ വിത്ത് മൈ ബ്രദർ? It's a small world, isn't it? So what do you mean by small world? So David went to school with my brother. എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് ഡേവിഡ് സ്കൂളിൽ പോയത്. അപ്പം പറയണോ വാട്ട് എ സ്മോൾ വേൾഡ്. എന്താണ് ഈ സ്മോൾ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീറ്റിംഗ് സംവൺ നോട്ട് എക്സ്പെക്റ്റഡ് ടു ബി അറ്റ് എ സർട്ടൻ പ്ലേസ്. അതായത് നമ്മളിതൊരു അതിശയം, സർപ്രൈസ് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് വാട്ട് എ സ്മോൾ വേൾഡ് എന്ന്. പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ ആ സ്ഥലത്ത് പ്രതീക്ഷിക്കുന്നതേ ഇല്ല, പക്ഷെ അങ്ങനെ നമ്മൾ പറയുകയാണ് അയാൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അയാൾ ആ ഒരു പ്രദേശത്തോ ആ ഒരു സ്ഥലത്തോ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അയാളെ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ കണ്ടുമുട്ടിയ കഥകളോ പറയുമ്പോഴും നമ്മൾ പറയും സ്മോൾ വേൾഡ് ആണ്, അതുകൊണ്ടാണല്ലോ കണ്ടുമുട്ടുന്നത്. സോ അങ്ങനെ അതിശയം പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വാട്ട് എ സ്മോൾ വേൾഡ്. നെക്സ്റ്റ് പ്രോസ് ആൻഡ് കോൺസ്. ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കേണ്ട ആർഗ്യുമെൻസിൻ്റെ ഫോറും അഗെയിൻസ്റ്റുമാണ് പ്രോസ് ആൻഡ് കോൺസ് പറയുന്നത്. സോ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സംതിങ്, ഒരു കാര്യത്തിൻ്റെ ഫോറും അഗെയിൻസ്റ്റുമാണ് പ്രോസ് ആൻഡ് കോൺസ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടുപിടിക്കണം. ടു പിക്ക് ഹോൾസ് ഇൻ സംവൺസ് കോട്ട്. ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അല്ലേ. മറ്റൊരാളുടെ കോട്ടിൽ എത്ര ഹോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റൊരാളിലുള്ള കുറ്റം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് സംവൺ. ടു ഫൈൻഡ് ഫോൾട്ട്, മറ്റൊരാളുടെ പ്രശ്നങ്ങൾ, കുറ്റങ്ങൾ നമ്മൾ കണ്ടെത്തുക. ദാറ്റ് ഈസ് ടു പിക്ക് ഹോൾസ് ഇൻ സംവൺസ് കോട്ട്. ടു സ്ട്രെയിൻ എവ്രി നെർവ്. ടു സ്ട്രെയിൻ എവ്രി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക് എ ഗ്രേറ്റ് എഫേർട്ട് അല്ലേ. ഓരോ ഞരമ്പും നമ്മൾ സ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മളെ മുഴുവൻ പോസിബിൾ ആയിട്ടുള്ള എനർജി എടുത്തിട്ട് നമ്മൾ ഒരു എഫേർട്ട് എടുക്കുവാണ്. അതിനെയാണ് ടു സ്ട്രെയിൻ എവ്രി നെർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ബി അറ്റ് ക്രോസ് റോഡ്സ്. നമ്മൾ ക്രോസ് റോഡ്സിലാണെങ്കിൽ എന്താ അർത്ഥം? നമുക്ക് എങ്ങോട്ട് ടേൺ ചെയ്യണം നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഈ ഭാഗത്ത് പോകണോ ആ ഭാഗത്ത് പോകണോ, നേരെ നടക്കണോ തിരിഞ്ഞ് ബാക്കോട്ട് നടക്കണോ എന്നൊക്കെ ഉള്ളതാണ് യു ആർ അറ്റ് എ ക്രോസ് റോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വെൻ യു ആർ അറ്റ് എ ക്രോസ് റോഡ്സ് എന്താ ഉദ്ദേശിക്കുന്നത്? ടു മേക്ക് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻ. നമ്മുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. സോ ദാറ്റ് ഈസ് യു ആർ അറ്റ് എ ക്രോസ് റോഡ്സ്. നോ യു ഹാവ് ടു ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. അടുത്തത് ആസ് ഈസി ആസ് പൈ ഇല്ലേ. ആസ് ഈസി ആസ് പൈ അല്ലേ. എ പീസ് ഓഫ് കേക്ക്, ഇത് നമ്മൾ നേരത്തെ കണ്ടു. പീസ് ഓഫ് കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വെരി ഈസി. സോ ദാറ്റ് ഈസ് വെരി ഈസി.
അടുത്തത് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ നമ്മൾ നേരത്തെ കണ്ടു, എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളത്. സോ ടു മേക്ക് എൻ ആർഗ്യുമെൻറ്റ് ഓർ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്. ഓൾറെഡി ഒരു ആർഗ്യുമെൻ്റ് ആണ്, അല്ലെ അതൊരു മോശം സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കൂടുതൽ വഷളാക്കുകയാണ് ഈ ആഡിങ് ഫ്യൂവൽ ടു ദി ഫയർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റിലേക്കും കൂടി ഒന്ന് നോക്കാം. That were remarks made in the heat of the moment in the heat of the moment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? That were remarks made in the heat of the moment എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ അങ്ങനെ ഒരു റിമാർക്ക് നടത്തിയത്. എന്നാൽ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? എ ടൈം വെൻ യു കെ നോട്ട് തിങ്ക് കെയർഫുള്ളി. അപ്പം നമ്മളെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പം എല്ലാവരും ബഹളം വെക്കുകയാണ്, നമ്മൾ ആ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം കുറച്ച് കഴിഞ്ഞായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞത് ശരിയായില്ല, ഒരാളെ വേദനിപ്പിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. സോ യു ടോക്ക് ഓർ യു മേക്ക് എ റിമാർക്ക് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ്. അതായത് ആ സിറ്റുവേഷനിൽ വേർ യു കുഡ് നോട്ട് തിങ്ക് കെയർഫുള്ളി, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആലോചിച്ച് പറയാൻ പറ്റാത്തൊരു സമയത്താണ് നിങ്ങൾ റിമാർക്ക് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റ്, ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. എന്താണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്? എ മിസ്ഫോർച്യൂൺ ദാറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ടേൺസ് ഇൻ ടു ഗുഡ് ഫോർച്യൂൺ, അല്ലേ? സോ മിസ്ഫോർച്യൂൺ ആണ്, നമുക്കൊരു ബാഡ് ലക്കാണത്, പക്ഷേ അത് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നല്ലതായിട്ട് വന്നു, ഒരു മോശം കാര്യം നല്ലതായിട്ട് ഭവിക്കുക, അതിനെയാണ് നമ്മൾ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്? ആൻ ഏരിയ ഇൻ യുവർ റേഞ്ച് ഓഫ് വിഷൻ ദാറ്റ് യു കനോട്ട് സീ പ്രോപ്പർലി. ഈ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കിങ്ങനെ ചില ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാകും, അപ്പം നമുക്ക് ആ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. സോ അതാണ് ആൻ ഏരിയ ഇൻ യുവർ റേഞ്ച് ഓർ വിഷൻ ദാറ്റ് യു കനോട്ട് സീ പ്രോപ്പർലി, അങ്ങനെ നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട്. ഇത് ചില വിഷയങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സംബഡി ഈസ് വെരി ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും, സംസാരിക്കുകയും ചെയ്യും, എഴുതാനും പറ്റും, പക്ഷേ സ്പെല്ലിംഗ് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ പറയും ഓക്കെ, സ്പെല്ലിങ്സ് എന്ന് പറയുന്നത് അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്. ഒരുപക്ഷെ നമ്മളധികം അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. സോ ദാറ്റ് ഈസ് എ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കിയാലോ. എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. എ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഔട്ട്റേജ് ഓർ എക്സൈറ്റ്മെൻറ്റ് അബൌട്ട് എ ട്രിവിയൽ മാറ്റർ. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിലി. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ സിലി. ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യം, വളരെ പെറ്റി, വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യം, ആ കാര്യത്തെക്കുറിച്ച് ഭയങ്കരം ഔട്ട്റേജും ഭയങ്കരം പ്രശ്നങ്ങളും ഭയങ്കരം എക്സൈറ്റ്മെൻറ്റും ഒക്കെ വരുവാണെങ്കിൽ നമ്മളതിനെ പറയുന്നത് സ്റ്റോം ഇൻ എ ടീ കപ്പ്. അടുത്തത് ഗെറ്റ് ഡൗൺ ടു ബ്രാസ് ടാക്സ് എന്ന് പറയുന്നത് ടു ബിക്കം സീരിയസ് അബൌട്ട് സംതിങ്. ടു ബിക്കം സീരിയസ് അബൌട്ട് സംതിങ് എന്ന് പറഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസിലേക്ക് പോവുക. നമ്മൾ പ്ലാൻ എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് ദാറ്റ് ഇസ് ഗെറ്റ് ഡൗൺ ടു ദ ബ്രാസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസിലേക്ക് പോവുക, അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അതാണ് ഗെറ്റ് ഡൗൺ ടു ദി ബ്രാസ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി അടുത്ത സെക്ഷൻ ഒന്ന് നോക്കിയാലോ. ടു ബ്രേക്ക് സ്വെറ്റ്. എന്താണ് ടു ബ്രേക്ക് സ്വെറ്റ് എന്ന് പറയുന്നത്? ആ പേര് തന്നെയുണ്ട്. ടു ബ്രേക്ക് സ്വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എനർജി, ഒരുപാട് എഫേർട്ട് എടുക്കുക. സോ ദാറ്റ് യു ബ്രേക്ക് സ്വെറ്റ്. ഫിസിക്കലായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേർക്കും. സോ അതേ ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് സ്വെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ടു പോക്ക് വൺസ് നോസ് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെന്ന് ഇൻ്റർഫിയർ ചെയ്യുക, ഇല്ലേ? അവിടെ എന്താ നടക്കുന്നത് നമ്മൾ അറിയണം, ഇവിടെ എന്താ നടക്കുന്നത് നമ്മൾ അറിയണം, അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് നമ്മൾ അറിയണം. സോ ടു ഇൻ്റർഫിയർ ഇൻ എവറിത്തിങ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ടു പോക്ക് വൺസ് നോസ് ഇൻ ടു. അടുത്തത് എ ബെഡ് ഓഫ് നെയിൽസ്, അല്ലെ? ബെഡ് ഓഫ് നെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്രോബ്ലമാറ്റിക് ഓർ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ. സോ ആണി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നെയിൽസ് വെച്ചിട്ടുള്ള ഒരു ബെഡാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, അൺഫേവറബിൾ സിറ്റുവേഷനാണ്. അടുത്തത് ബീറ്റ് അബൌട്ട് ദ ബുഷ്. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഡിയമാണ്. ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യത്തിലോട്ട് വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നു, കാര്യത്തിലോട്ടേക്ക് വരുന്നില്ല. സോ അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ ടോപ്പിക് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്. ടു മേക്ക് വൺസ് മൗത്ത് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മേക്ക് വൺസ് മൗത്ത് വാട്ടർ, വായിൽ വെള്ളം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് യു ഹംഗ്രി, യു വോണ്ട് ടു ഈറ്റ്, അല്ലേ? നമുക്ക് കഴിക്കണം എന്ന് തോന്നുക. ടു ഫീൽ ഹംഗ്രി, നമുക്ക് കഴിക്കാനുള്ളൊരു തോന്നൽ വരിക, അതാണ് ടു മേക്ക് വൺസ് മൗത്ത് ടു മേക്ക് വൺസ് മൗത്ത് വാട്ടർ. അടുത്തത് ടു മേക്ക് ഫേസസ്, ഇല്ലേ? നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പീപ്പിൾ മേക്ക് ഫേസസ്, നമ്മളോട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ പലതരത്തിലുള്ള ഫേസസ് ഒക്കെ കാണിക്കും. ചിലപ്പോൾ സില്ലി ആയിട്ടുള്ള ഫേസ് ആയിരിക്കും, ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോകും. സോ ദാറ്റ് ഈസ് ടു മേക്ക് ഫേസസ്, അല്ലേ? നാക്കൊക്കെ നീട്ടി കണ്ണൊക്കെ വലുതാക്കി ചില ഫേസസ് ഒക്കെ മേക്ക് ചെയ്യാറുണ്ട്. സോ ടു മേക്ക് ഫേസസ്, ടു പ്രൊഡ്യൂസ് എ ഫേഷ്യൽ എക്സ്പ്രഷൻ ദാറ്റ് ഇസ് സില്ലി
അല്ലെങ്കിൽ ഒരു പക്ഷേ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാക്കുന്നതിനെയാണ് ടു മേക്ക് ഫേസസ് എന്ന് നമ്മൾ പറയുന്നത്. നൗ ടു ഗെറ്റ് ഓൺ വൺസ് നെർവ്സ്, ടു ഗെറ്റ് അണ്ടർ യുവർ സ്കിൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ടു ഗെറ്റ് ഓൺ വൺസ് നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ ദീസ് പീപ്പിൾ ഗെറ്റ് ഓൺ അവർ നെർവ്സ് മീൻസ് വി ഗെറ്റ് ഇറിറ്റേറ്റഡ്. നമ്മൾ പെട്ടെന്ന് അവരെ കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുക, അല്ലെങ്കിൽ നമ്മൾ പ്രൊവോക്ഡ് ആവുക. സോ ടു ഇറിറ്റേറ്റ് ഓർ പ്രൊവോക്ക് വൺ, നമ്മൾ പ്രൊവോക്ഡ് ആയി പോവുക. സോ ഇഫ് സംബഡി ഗെറ്റ്സ് ഓൺ യുവർ നെർവ്സ് ദാറ്റ് മീൻസ് യു ഗെറ്റ് ഇറിറ്റേറ്റഡ്. നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അതാണ് ഈ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു സെക്ഷൻ നോക്കിയാലോ. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്, ഇതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. എന്തായാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മേക്ക് എ ഫ്രഷ് സ്റ്റാർട്ട്, അല്ലേ? പുതിയൊരു ചാപ്റ്റർ തുറക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് വീണ്ടും ജീവിതം തുടങ്ങുക. ടു ടേൺ ഓവർ എ, ഞാനൊരു പുതിയൊരാളായി. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്. വാട്ട് യു മീൻ ബൈ എ ലെമൺ, അല്ലേ? ബൈ എ ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ വാങ്ങാമെന്നാണ്, പക്ഷെ അത് ഇഡിയമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് മാറി. ടു ബൈ എ ലെമൺ മീൻസ് ടു ബൈ സംതിങ് ദാറ്റ് ഇസ് വർത്ത്ലെസ്. നമ്മളൊരുപാട് പൈസയൊക്കെ കൊടുത്ത് ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടാകും. ബട്ട് ദെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് കാലം യൂസ് ചെയ്തതിന് ശേഷം, വളരെ കുറച്ച് കാലം മാത്രം യൂസ് ചെയ്തതിന് ശേഷം അത് പെട്ടെന്ന് മോശമാകുന്നു. സോ യു അണ്ടർസ്റ്റാൻഡ് യു ഹാവ് ബോട്ട് എ ലെമൺ, അല്ലേ? വർത്ത്ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ് വാങ്ങിയത് എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ഫെയർലി ആൻഡ് സ്ക്വയർലി, അല്ലേ? ചില ആൾക്കാർ പറയും ഐ ഡീൽ വിത്ത് തിങ്സ് ഫെയർലി ആൻഡ് സ്ക്വയർലി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ ഡീൽ ചെയ്യാറുള്ളൂ. സോ ഫെയർലി ആൻഡ് സ്ക്വയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓണസ്റ്റ്ലി. അടുത്തത് ഹി മെയ്ഡ് ആൻ ഇറിവേഴ്സിബിൾ ചേഞ്ച് ദാറ്റ് വിൽ ഗ്രേറ്റ്ലി ഇമ്പാക്ട് ഹിസ് ലൈഫ്. സോ ഹി മെയ്ഡ് ആൻ ഇറിവേഴ്സിബിൾ ചേഞ്ച്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ പൊസിഷനിലേക്കോ പഴയ ഒരു ഇതിലേക്കോ നമുക്ക് പോകാൻ പറ്റില്ല. സോ ദാറ്റ് വിൽ ഗ്രേറ്റ്ലി ഇമ്പാക്ട് ഹിസ് ലൈഫ്. ആ ഒരു മീനിങ് വരുന്ന ഇഡിയം ഇതിലേതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് സെൻറ്റൻസും വായിക്കാം. വെൻ ഹി ഗോട്ട് ദാറ്റ് ഹ്യൂജ് ടാറ്റു ഓൺ ഹിസ് ബാക്ക്, അല്ലേ? അയാളുടെ പുറകുവശത്ത് അയാൾ ഒരു വലിയ ടാറ്റു അടിച്ചു. അതൊരു ഇറിവേഴ്സിബിൾ ആണ്. നമുക്കിനി ടാറ്റു മായ്ച്ചു കളയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെന്നും ജീവിതകാലം മുഴുവൻ അയാളുടെ പുറകിൽ തന്നെ അത് കാണും. സോ ദാറ്റ് ഈസ് എൻ ഇറിവേഴ്സിബിൾ ചേഞ്ച്. സോ വാട്ട് യു മീൻ ബൈ ഇറിവേഴ്സിബിൾ ചേഞ്ച് എന്നുള്ള അർത്ഥം വരുന്ന ഇഡിയം ഇതിലേതാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കിയാലോ. ബീറ്റ് ദ ഡെഡ് ഹോഴ്സ്, ബിക്കെയിം ദ ഡെവിൾസ് അഡ്വക്കേറ്റ്, ക്രോസ്ഡ് ദി റുബിക്കോൺ ആൻഡ് പുട്ട് എ റോസ് ഓൺ ഹിസ് നോസ്. ഏത് ആൻസർ വരുന്നത്? ക്രോസ്ഡ് ദ റുബിക്കോൺ. ക്രോസ്ഡ് ദ റുബിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ചേഞ്ച്, അതായത് നമ്മളൊരു മാറ്റം വരുത്തി തിരിച്ച് നമുക്ക് പഴയ പൊസിഷനിലേക്ക് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റമാണെങ്കിൽ നമ്മൾ പറയുന്നത് ക്രോസ് ദ റുബിക്കോൺ എന്നാണ്. ക്രോസ് ദ റുബിക്കോൺ. നൗ നെക്സ്റ്റ്, ബീറ്റ് ദ ഡെഡ് ഹോഴ്സ് അല്ലെങ്കിൽ ഫ്ലോഗ് ദ ഡെഡ് ഹോഴ്സ്. ഫ്ലോഗ് ദ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോഗ് ദ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിക്കുക, ബീറ്റ് ചെയ്യാന്നുള്ള അർത്ഥം തന്നെ. ഈ ചത്ത കുതിരയെ നമ്മൾ അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ദാറ്റ്സ് എ വെരി ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ്. യൂസ്ലെസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. യു ആർ സിംപ്ലി വേസ്റ്റിംഗ് യുവർ ടൈം. നമ്മുടെ സമയം വെറുതെ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ലെസ്, ഇറ്റ് ഈസ് ഫ്യൂട്ടൈൽ. നൗ ബിക്കം ദ ഡെവിൾസ് അഡ്വക്കേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡെവിൾസ് അഡ്വക്കേറ്റ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നതാണ് ഡെവിൾസ് അഡ്വക്കേറ്റ്. അടുത്തത് പുട്ട് എ റോസ് ഓൺ ഹിസ് നോസ്. പുട്ട് എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ പിൻ എന്ന് പറയാറുണ്ട്. പിൻ എ റോസ് ഓൺ ഹിസ് നോസ്. ഈ റോസ് നോസിൽ വെച്ചത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ പിൻ എ റോസ് ഓൺ ഹിസ് നോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ഒരു പുച്ഛത്തോടെ പറയുന്ന ഒരു ഇഡിയമാണ്. ഇത്രയേ ഉള്ളൂ. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇയാളിപ്പം പിന്നെ റോസ് ഓൺ യുവർ നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ മൈൻഡ്, നോബഡി മൈൻഡ്സ് യു. നിങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വെൻ സംബഡി സേസ് സോ പിന്നെ റോസ് ഓൺ യുവർ നോസ് മീൻസ് നോബഡി കെയർസ്, നോബഡി ബോദേഴ്സ് അബൌട്ട് യു. നിങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. എത്നിക് ക്ലെൻസിങ്. എത്നിക് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് എ സർട്ടൻ എത്നിക് ഓർ റിലീജിയസ് ഗ്രൂപ്പ് ഓൺ എ മാസീവ് സ്കെയിൽ. അല്ലെ, ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രൈബിൽപ്പെട്ട ആൾക്കാരെ ഒരുമിച്ച് മാസീവായിട്ട് കില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എത്നിക് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അടുത്തത് ബൈറ്റ് ദ ബുള്ളറ്റ്. സോ വെൻ യു ഡിസൈഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ദാറ്റ് മീൻസ് നമ്മളൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്നു എന്നാണ് അർത്ഥം. സോ ഡിസൈഡ് ടു ഡു സംതിങ് ദാറ്റ് ഇസ് ഡിഫിക്കൾട്ട്, അല്ലേ? നമ്മൾ കുറേ കാലമായിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടാവും. ദെൻ യു ഡിസൈഡ് ഓക്കെ ഐ എം ഗോയിങ് ടു ബൈറ്റ് ദി ബുള്ളറ്റ്, യു ഗോയിങ് ടു ഡു ദാറ്റ്.
അടുത്തത് ഹീ ഈസ് എ വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് ഔട്ട്വേർഡ്ലി കൈൻഡ് ബട്ട് ഇൻവേർഡ്ലി വിഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ക്രൂവലായിട്ടുള്ളൊരു വ്യക്തി. അപ്പം വൂൾഫ് ഇൻ എ ഷീപ്സ് ക്ലോത്തിങ് നമുക്കറിയാമല്ലോ, ആട്ടിൻ തോലിട്ട് ചെന്നായ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. എ ഡേഞ്ചറസ് പേഴ്സൺ പ്രിറ്റൻഡിങ് ഹാംലെസ്, ആൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്, പക്ഷെ പ്രിറ്റൻഷൻ എന്താണ്, ഭയങ്കര ഹാംലെസ് ആണ്, ഞാനൊരു പാവമാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, നമ്മൾ പറയാറുണ്ട് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറെഗുലർ, അതായത് കൺസിസ്റ്റൻ്റ് അല്ല, തീരെ കൺസിസ്റ്റൻ്റ് അല്ല. ഇഫ് യു ഡു സംതിങ് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് യു വിൽ നെവർ ബി ഏബിൾ ടു കംപ്ലീറ്റ്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. സോ ദാറ്റ് മീൻസ് ഇറെഗുലർ. നൗ ഇൻ ദ നിക്ക് ഓഫ് ടൈം, ഇല്ലേ, ആ പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഓൺലി ജസ്റ്റ് ഇൻ ടൈം, ആ ജസ്റ്റ് ഇൻ ടൈം എത്തുക, അല്ലേ, ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ നിക്ക് ഓഫ് ടൈം ഓർക്കുക, ജസ്റ്റ് ഇൻ ടൈം എത്തുക. നൗ കോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, a person lacking in sympathy, അയാൾക്ക് ഒരു സഹാനുഭൂതിയോ അനുകമ്പയോ ഒന്നുമില്ലാത്തൊരു വ്യക്തി, പെർട്ടിക്കുലർ കോൾഡ് ഫിഷ് ആണ്. അപ്പോൾ ഔട്ട്വേർഡ്ലി ഒന്നും കാണിക്കുന്നുമില്ല. സോ ദാറ്റ് ഈസ് അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ പറയുന്നത് കോൾഡ് ഫിഷ്. അടുത്തത് ടു പുൾ യുവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡു യുവർ ഫുൾ ഷെയർ ഓഫ് വർക്ക്, നമ്മുടെ ഷെയർ എത്രയാണോ, ആ ഷെയർ ആ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മുടെ മുഴുവൻ കോൺട്രിബ്യൂഷൻ ആ വർക്കിന് കൊടുക്കുക, അതാണ് ടു പുൾ യുവർ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഈ ഇഡിയംസ് എല്ലാം പഠിച്ചു വെക്കണം, കാരണം ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്താ പറയുന്നത്, ഡോണ്ട് സ്റ്റാർട്ട് ടു തിങ്ക് വി ഹാവ് വൺ ദിസ് ഗെയിം സെർട്ടൻലി ജെന്റിൽമാൻ. ഓക്കെ, സോ വൺ ദിസ് ഗെയിം സെർട്ടൻലി വരുന്ന ഇഡിയം ഏതാണെന്നുള്ളതാണ്. ടു ഗെറ്റ് ദിസ് ഗെയിം ഇൻ ദ ബാഗ്, അല്ലേ, ഗെയിം ബാഗിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെയിം നേടി എന്നുള്ള അർത്ഥം, നമ്മൾ ഗെയിമിൽ ജയിച്ചു എന്നുള്ളത്. അപ്പം നമ്മൾ ഗെയിം ഉറപ്പായിട്ടും ജയിച്ചു എന്ന് പറഞ്ഞാൽ ഗെറ്റ് ദ ഗെയിം ഇൻ ദ ബാഗ്, അല്ലേ, ബാഗിൽ ഗെയിമിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാഗിൽ ഗെയിമിനെ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വരുതിയിലാണ്, ഗെയിം നമ്മുടെ കയ്യിലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് ഹോൾഡ് യുവർ ഹോഴ്സസ്, അല്ലേ, ഹോൾഡ് യുവർ ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ ബി പേഷ്യൻ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലേ, വെയിറ്റ് എ മൊമെൻറ്റ് ഓർ ബി പേഷ്യൻറ്റ്. ഇപ്പം ഞാൻ തരും, സോ ഒരാൾക്ക് ഭയങ്കര തിരക്കുണ്ട്, അല്ല, അയാൾ നമ്മളൊരു ഹോൾഡ് യുവർ ഹോഴ്സസ്, ബി പേഷ്യൻറ്റ്, നമ്മൾ തരും, ജസ്റ്റ് വെയിറ്റ്. നൗ ഹാവ് സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറയുന്നത് ടു ബി ഡയറക്ട്ലി ഇൻവോൾവ് എസ്പെഷ്യലി ഫിനാൻഷ്യലി. ഇത് പറയുന്നത് വോറൻ ബുഫയാണ് കോയിൻ ചെയ്തതെന്നാണ്. ടു ഹാവ് എ സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻവോൾവ് ആവുക, ആ ഒരു പ്ലാനിലോ അല്ലെങ്കിൽ ആ കമ്പനിയിലോ ഷെയർ ഹോൾഡേഴ്സോ ഒക്കെ ഫിനാൻഷ്യലി ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടു ബി ഇൻവോൾവ് എസ്പെഷ്യലി ഫിനാൻഷ്യലി ഇൻവോൾവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൊരു നഷ്ടം വരുമ്പോൾ നമ്മളെയും അത് ബാധിക്കും. അപ്പം വിൽ ട്രൈ യുവർ ബെസ്റ്റ്. സോ ദാറ്റ് ഈസ് ഹാവ് എ സ്കിൻ ഇൻ ദ ഗെയിം. അടുത്തത് ദേ വർ റിയലി സെലക്ടിങ് ഫ്രം ദ ലാസ്റ്റ് ഓർ വേർസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് ലെഫ്റ്റ് വെൻ ദേ പിക്ഡ് യു. സോ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെലക്ടിങ് ഫ്രം ദ ലാസ്റ്റ് ഓർ വേർസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് ലെഫ്റ്റ്. ഇനി ഒന്നുമില്ല, ആകെ റിസോഴ്സസ് വളരെ കുറച്ചേ ഉള്ളൂ, ഇയാളായിരുന്നു ലാസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ്, അയാളെ തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഇഡിയം, ഈ ഒരു മീനിങ് വരുന്ന ഇഡിയം ഏതാണ് ആ ഇഡിയം, സ്ക്രേപ്പിംഗ് ദ ബോട്ടം ഓഫ് ദി ബാരൽ. സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ചിരണ്ടി എടുക്കുന്നില്ലേ, നമ്മളിപ്പോൾ ഒരു ബാരൽ, ഒരു പാത്രമുണ്ട്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇതുപോലെ നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ അവസാനത്തെ ഒരു വറ്റുപോലും നമ്മൾ എടുത്ത് കഴിക്കുന്നതിന്, അതാണ് ആ ടൈപ്പാണ്, ആ ഒരു രീതിയിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്രേപ്പിംഗ് ദ ബോട്ടം ഓഫ് ദി ബാരൽ, ലാസ്റ്റ് റിസോഴ്സസ് ആണ്, അത് തന്നെ അങ്ങ് എടുത്തു. സോ സെലക്ടിങ് ഫ്രം ദ ലാസ്റ്റ്, ഇനി നമുക്ക് ഒരുപാട് ചോയ്സ് ഒന്നുമില്ല, ലാസ്റ്റ് ആകെ ഒരാളേ ഉള്ളൂ. ഓർ വേർസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് ലെഫ്റ്റ്, ഈ ഒരാൾ തന്നെ അത്ര നല്ലതുമല്ല നമുക്ക്, പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല, അതെടുത്തേ പറ്റൂ. സോ സ്ക്രാപ്പിംഗ് ഇനി ബാക്കി വന്നത് ഏതാണ് അത് മുഴുവൻ നമ്മൾ എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ടു ഗോ ഹേവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു സ്റ്റോപ്പ് വർക്കിംഗ് കറക്റ്റ്ലി ഓർ ഗോ ഔട്ട് ഓഫ് കൺട്രോൾ, ഇല്ലേ. ടു ഗോ ഹേവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ പോവുക, ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ലൈൻ, ഒരു ലൈനായിരിക്കാം, ഒരു ഇലക്ട്രിസിറ്റി ലൈൻ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കാം. ടു ഗോ ഹേവെയർ എന്ന് പറഞ്ഞാൽ ഫുൾ കൺഫ്യൂസ്ഡ് ആവുക, മെസ് ഔട്ട് ആവുക, ഔട്ട് ഓഫ് കൺട്രോൾ ആവുക, സിറ്റുവേഷൻ നമുക്ക് ഇറ്റ് ക്യാൻ ഗോ ഹേവെയർ, സോ ബിക്കം ഔട്ട് ഓഫ് കൺട്രോൾ. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത സെറ്റും നോക്കാം. ഐ തിങ്ക് ദിസ് വിൽ ബി ദി ലാസ്റ്റ് വൺ. നമുക്ക് നോക്കിയാലോ. Mom said these instructions are not understood by her and that we should show them to dad. So not understood by her, അല്ലേ, സംതിങ് നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്,
ഗ്രീക്ക്, സംതിങ് ഈസ് ഗ്രീക്ക് ടു മീ. സംതിങ് ഈസ് ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രീക്ക് എനിക്ക് വായിക്കാൻ അറിയോ? ഇല്ല. സംതിങ് ഈസ് ഗ്രീക്ക് ടു മീ മീൻസ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നെക്സ്റ്റ് ഗിവ് ആൻഡ് ടേക്ക്. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുക, കോപ്പറേഷൻ ബിറ്റ്വീൻ പീപ്പിൾ. സോ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും ഇല്ലേ? ചിലപ്പോൾ നമ്മൾ കുറച്ച് അത്രയും തന്നെ നമുക്ക് കിട്ടൂല. സോ യു വിൽ ഹാവ് ടു കോംപ്രമൈസ്, യു വിൽ ഹാവ് ടു കോപ്പറേറ്റ്. സോ സൊസൈറ്റിയിൽ എപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ടാകും. Now next one, the first sample of ore from the trial boring is very promising, but we should remember that one solo does not make a summer. ഇല്ലേ? അപ്പം ഇവിടെ ഒരു സാമ്പിൾ ഓറിൻ്റെ ട്രയൽ ബോറിംഗ് നടക്കുവാണ്, ഒരു ട്രയൽ ഡ്രില്ല് നടക്കുവാണ്. ആ ഡ്രില്ലിങ് നടന്നപ്പോഴേക്കും നമുക്ക് പ്രോമിസിങ് ആണെന്ന് തോന്നി, നമുക്ക് അത്യാവശ്യം ഓറൊക്കെ കിട്ടി തുടങ്ങി. അപ്പം നമുക്ക് സന്തോഷമായി, ഇനി അങ്ങോട്ട് കുഴിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഓറ് കിട്ടുമായിരിക്കും. അപ്പോൾ ഒരാൾ നമ്മളോട് പറയുവാണ്, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, വൺ സോളോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. എ സിംഗിൾ ഫോർച്ചുനേറ്റ് ഈവൻറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വാട്ട് ഫോളോസ് വിൽ ഓൾസോ ബി ഗുഡ്. ഇപ്പം നമുക്ക് തൽക്കാലം നമ്മൾ ലക്കി ആയെന്ന് വിചാരിച്ചിട്ട് ഇനി വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ ലക്കി ആവണമെന്നില്ല. ഒരുപക്ഷെ ഇപ്പം നമുക്ക് ഈ കുഴിച്ച് കിട്ടി, ഇനിയും നമ്മൾ വീണ്ടും കുറേ കുഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ആദ്യമേ നമ്മൾ ലക്കി ആയെന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ വീണ്ടും ലക്കി ആവണം എന്നില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ സോളോ ഡസ് നോട്ട് മേക്ക് എ സമ്മർ, യു വിൽ ഹാവ് ടു ട്രൈ അഗെയിൻ. ചിലപ്പോൾ ഇത്രയും ലക്കി ആവണം ഇല്ല അടുത്ത പ്രാവശ്യം. Now next one, to meet one's eyes, to look at someone directly while they are looking at you. So when you meet someone's eyes എന്ന് പറഞ്ഞാൽ നമ്മളയാളെ കണ്ണിലേക്ക് നോക്കുക എന്നുള്ളതാണ്. യു ആർ ലുക്കിംഗ് അറ്റ് സമ്മൺ ഡയറക്ട്ലി വൈൽ ദേ ആർ ലുക്കിംഗ് അറ്റ് യു. അയാൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ അയാളെ തന്നെ നോക്കുന്ന ടു മീറ്റ് വൺസ് ഐസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now when you have an itching palm, അല്ലേ? itching palm എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ ഗ്രീഡി ഫോർ മണി. സോ itching palm ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? പൈസക്ക് ഭയങ്കര ഗ്രീഡ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഡിയംസിൻ്റെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. MTS 2022 കംപ്ലീറ്റ് ഇഡിയംസ് 2022 MTSൽ ചോദിച്ച കംപ്ലീറ്റ് ഇഡിയംസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് വളരെ റെയർ ആയിട്ടുള്ള ഇഡിയംസ് ആണ്. ഈ വരും എക്സാമുകളിലെല്ലാം തന്നെ ഈ ഇഡിയംസ് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു വീഡിയോ, ഈ ഒരു സെഷൻ, ഈ ഒരു മാരത്തോൺ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.